റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ കേട്ടറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. എസ്പെഷ്യലി ലിറ്ററേച്ചർ ആണ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ നമ്മൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള നോട്ടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ആദ്യമായിട്ടൊരു ചോദ്യം, ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി ഹാദൽ ബൈത്തു ഫി ബഹ്രി ഡാഷ്. മുകളിൽ കൊടുത്തിട്ടുള്ള ബൈത്ത് ഏത് ബഹറിലാണെന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ എ അത്തോവീൽ, ഓപ്ഷൻ ബി അൽ ബസീദ്, ഓപ്ഷൻ സി അൽ കാമിൽ, ഓപ്ഷൻ ഡി അറംൽ. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അൽ കാമിൽ എന്നുള്ളതാണ്. ഇത്തരം ബൈത്തുകൾ കാണുന്ന സമയത്ത് നമുക്ക് അത് ഏത് ബഹറിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വളരെയധികം പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ മുഅല്ലക്കയിൽ കാണുന്ന വരികൾ ഒന്ന് ഓർത്തു വെക്കുക. അതായത് ഓരോ വരി കാണുമ്പോഴും അത് ആരുടെ മുഅല്ലക്കയിൽ നിന്നുള്ളതാണ്, ആ മുഅല്ലക്ക ഏത് ബഹറിൽ നിന്നുള്ളതാണെന്നാണ് നമ്മൾ ഇവിടെ ഏറ്റവും എളുപ്പമായി പഠിച്ചെടുക്കേണ്ട കാര്യം. ഇവിടെ ചോദിച്ചിട്ടുള്ള വരി എന്ന് പറയുന്നത് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടെ മുഅല്ലക്കയിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി. കവി ചോദിക്കുകയാണ്, ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി, സംശയം കാരണത്താൽ കവികളെല്ലാം മടങ്ങിപ്പോയോ? അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി, അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾക്ക് ശേഷം അവർ ആ ഹബീബത്തിന്റെ വീട് കണ്ടെത്തിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടെ മുഅല്ലക്കയിലെ വരിയാണ്. അൻതറ മുഅല്ലക്ക രചിച്ചിട്ടുള്ളത് കാമിൽ ബഹറിലാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, കാമിൽ എന്നുള്ളതാണ്. അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി അദ്ദേഹം 525 ജനിക്കുന്നു, 615 മരണപ്പെടുന്നത്. അബുൽ ഫവാരിസ് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഉലിദ വതൂഫി ഫി നജ്ദ്, നജ്ദിലാണ് അദ്ദേഹം ജനിക്കുന്നതും മരണപ്പെടുന്നതും. ഖബീലത്തു അബ്സ്, അദ്ദേഹത്തിന്റെ ഗോത്രം അബ്സ് ആണ്. ഓരോ കവികളെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ ഗോത്രം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മുഅല്ലക്കയുടെ ആളുകൾ അവരുടെ ഗോത്രം, അതുപോലെ തന്നെ മുഅല്ലക്ക ഏത് ബഹറിലാണ്, കാഫിയ ഏതാണ്, അവരുടെ ഹബീബത്തിന്റെ പേരെന്താണ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ലക്കബോ കുഞ്ഞിയത്തോ ഉണ്ടെങ്കിൽ അതുകൂടെ നോട്ട് ചെയ്യണം. ഇവിടെ അബുൽ ഫവാരിസ് എന്നുള്ളതാണ് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടെ കുഞ്ഞിയത്തായിട്ട് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഉമ്മ സുബൈബയാണ്. അമത്തുൻ ഹബിഷിയ, ഒരു ഹബിഷിയായിട്ടുള്ള ഒരു അടിമ സ്ത്രീയാണ് സുബൈബ എന്നുള്ളത്. അവരാണ് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടെ മാതാവ്. ആഷിഖത്തുഹു അബില ബിന്തു മാലിക് ഇബ്നത്തു അമ്മ, തന്റെ അമ്മിന്റെ പുത്രിയായിട്ടുള്ള അബില ബിന്തു മാലിക് ആണ് അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടെ ആഷിഖത്ത്. മഅന അൻതറ ദുബാബുൻ അസ്റഖ്, അൻതറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദുബാബുൻ അസ്റഖ്, നീല ഈച്ച എന്നുള്ള ഒരു അർത്ഥമാണ് ദുബാബുൻ അസ്റഖ്. ഇസ്തറഖ ഫി ഹർബി ദാഹിസുൽ ഖബ്റ വബതുലുഹു, ദാഹിസ് വൽ ഖബ്റ എന്ന് പറയുന്ന യുദ്ധം എന്ന് പറയുന്നത് അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിൽ നടന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അൻതറയായിരുന്നു അതിന്റെ ബത്തുലായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആ ഒരു യുദ്ധത്തിന്റെ ദാഹിസ് വൽ ഖബ്റ യുദ്ധത്തിന്റെ ഹീറോ ആയിട്ട് അറിയപ്പെട്ടിരുന്നതും അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഗോത്രം നോട്ട് ചെയ്യുക. നമ്മൾ പഠിക്കുമ്പോൾ അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി എന്ന് ചേർത്ത് തന്നെ പഠിക്കുക. അബ്സ് ദുബിയാന് തമ്മിലുള്ള ഗോത്രമായിരുന്നു ദാഹിസ് ഖബ്റ എന്നുള്ള യുദ്ധം. കാല അബൂഹുഇൻദ ദാഹിസുൽ ഖബ്റ, ദാഹിസുൽ ഖബ്റ യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ പിതാവ് അൻതറയോട് പറഞ്ഞു, ഖുറവ അൻ തഹുറുൻ, അൻതറ നീ ചാടി ഇറങ്ങ്, നീ എന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. അതുവരെ അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി എന്ന് പറയുന്നത് ഒരു അടിമ സ്ത്രീക്ക് ജനിച്ചത് കാരണം ഒരു അടിമ എന്നുള്ള നിലക്കായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ധീരതയും കാരണം തന്റെ പിതാവ്
ദായിസ് അബ്ര യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങാൻ പറയുകയാണ്. ആ ഒരു സമയത്ത് അൻതറ പറയുന്നുണ്ട്, അതായത് ഒരു പാല് കറക്കുന്ന ഒരു ആട്ടിടയനിക്ക് അല്ലെങ്കിൽ അത്രയും അടിമയായിട്ടുള്ള ഒരു മനുഷ്യനിക്ക് എങ്ങനെയാണ് യുദ്ധത്തിൽ പോരാടാൻ കഴിയുക? അപ്പൊ പറഞ്ഞു, നീ ചാടിയിറങ്ങ്, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാമെന്ന്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അൻതറത്ത് ബിൻ ഷദ്ദാദുൽ അബ്സിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുഅല്ലഖത്തു ബഹ്റു കാമിൽ, അൻതറത്ത് ബിൻ ഷദ്ദാദുൽ അബ്സിയുടെ മുഅല്ലഖ ബഹ്റു കാമിലാണ്. ആ ഒരു വരിയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാഫിയ മീമിയ, അദ്ദേഹത്തിന്റെ കാഫിയ എന്ന് പറയുന്നത് മീമിയായിരുന്നു. അതത് അബയാത് സമാനൂൻ, 80 ബൈത്തുകളായിരുന്നു അൻതറത്ത് ബിൻ ഷദ്ദാദുൽ അബ്സിയുടെ മുഅല്ലഖക്ക് ഉണ്ടായിരുന്നത്. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മുഅല്ലഖ തുടങ്ങുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. അല ഹുബി ബി സഹ്നിക ഫസ്ബഹീന വലാ തബ്ഖി ഹുമൂറൽ അൻദരീന ലിമൻ ഹാദ സത്ർ. ഇവിടെ കൊടുത്തിട്ടുള്ള വരി ആരുടേതാണ്? ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ബി അംർ ബിൻ കുൽസൂം, ഓപ്ഷൻ സി തൊർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അംർ ബിൻ കുൽസൂമിന്റെ മുഅല്ലഖയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അലാ ഹുബി ബി സഹ്നിക ഫസ്ബഹീന വലാ തബ്കി ഹുമൂറൽ അൻദരീന. ഇവിടെ അംർ ബിൻ കുൽസൂം പറയുകയാണ്, അലാ ഹുബി, ശ്രദ്ധിക്കണേ, ഞങ്ങളെ ഉണർത്തു, ബി സഹ്നിക ഫസ്ബഹീന. ബി സഹ്നിക എന്ന് പറയുമ്പോൾ ഒരു വലിയ തോതില്, വലിയ അളവില് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഫസ്ബഹീന, ഞങ്ങളുടെ പ്രഭാതത്തിൽ തന്നെ നിങ്ങൾ ഞങ്ങളെ കുടിപ്പിക്കണം. വലാ തബ്കി ഹുമൂറൽ അൻദരീന. അൻദരീന എന്ന് പറയുന്നത് ഷാമിലെ ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ കിട്ടുന്ന ഒരു കള്ള്, അതാണ് ഇവിടെ ഹുമൂറൽ അൻദരീന എന്ന് പറയുന്നത്. ഷാമിലെ ഗ്രാമമായിട്ടുള്ള അൻദരീനയിലെ കള്ള് എന്താണ്, അവശേഷിക്കുന്നില്ല. ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങളെ ആ കള്ള് കുടിപ്പിച്ച് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അംർ ബിൻ കുൽസൂം പറയുകയാണ്. അപ്പൊ ഇവിടെ നൂനിലാണ് അവസാനിക്കുന്നത്. അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് അംർ ബിൻ കുൽസൂമിന്റെ മുഅല്ലഖയിലെ വരിയാണെന്ന് കണ്ടെത്താം. അംർ ബിൻ കുൽസൂം, അബുൽ അസ്വദ് അംർ ബിൻ കുൽസൂം ബിൻ മാലിക് തഗലബി. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് എന്നറിയപ്പെടുന്നത് അബുൽ അസ്വദ് എന്നുള്ളതാണ്. അബുൽ അസ്വദ് അംർ ബിൻ കുൽസൂം ബിൻ മാലിക് തഗലബി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഖാതിൽ അംർ ബിൻ ഹിന്ദ്, രാജാവായിട്ടുള്ള അംർ ബിൻ ഹിന്ദിന്റെ കൊലയാളിയാണ് അംർ ബിൻ കുൽസൂം തഗലബി. ഉലിദ വനശഅ വതൂഫി ജസീറത്തുൽ ഫുറാത്തിയ. ജസീറത്തുൽ ഫുറാത്തിയയിലാണ് അംർ ബിൻ കുൽസൂം തഗലബി ജനിച്ചതും വളർന്നതും അവസാനം മരണപ്പെടുന്നതും. ലുക്കിബ ബി ഫത്താഖുൽ അറബ്, ഫത്താഖു ഷുജാൾ, ഫത്താഖുൽ അറബ്, അതുപോലെ തന്നെ ഫത്താഖു ഷുജാൾ എന്നറിയപ്പെടുന്ന ആളാണ് അംർ ബിൻ കുൽസൂം തഗലബി. ഈ ഫത്താഖുൽ അറബ് എന്ന് സാധാരണ രീതിയിൽ ഫത്താഖ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തു തീർക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മൾ ഫത്താഖ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും പ്രതികാരം വീട്ടുന്ന കാര്യത്തിൽ ഒരാള് പ്രതികാരം വീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവര് നിറവേറ്റുക തന്നെ ചെയ്യും. അങ്ങനത്തെ വ്യക്തികൾപ്പെട്ട ഒരാളാണ് അംർ ബിൻ കുൽസൂം തഗലബി. നമുക്കറിയാം, രാജാവായിട്ടുള്ള അംർ ബിൻ ഹിന്ദിനെ കൊന്ന വ്യക്തിയാണ് മുഅല്ലഖയുടെ സാഹിബായിട്ടുള്ള അംർ ബിൻ കുൽസൂം തഗലബി. ഫത്താഖുൽ അറബ് എന്നുള്ള പേരിലും ഫത്താഖു ഷുജാൾ എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സാദ ഖബീലത്തു തഗ്ലബ് ഫിൽ ഹർബിൽ ബസൂസ് ഫി സന 15 ബൈന ബിക്ർ വ തഗ്ലബ്. അദ്ദേഹം തഗ്ലബ് ഗോത്രത്തെ നയിച്ചിരുന്നു ഹർബുൽ ബസൂസില്. നമ്മൾ പറഞ്ഞു, അൻതറത്ത് ബിൻ ഷദ്ദാദുൽ അബ്സി എന്ന് പറയുന്നത് തന്റെ ദായിസ് വൽ അബ്ര എന്ന് പറയുന്ന യുദ്ധത്തിലെ അബ്സ് ഗോത്രത്തെയാണ് നയിച്ചിരുന്നത്. ഇവിടെ അംർ ബിൻ കുൽസൂം തഗലബി ഹർബുൽ ബസൂസിൽ തഗ്ലബ് ഗോത്രത്തെയാണ് നയിക്കുന്നത്. തന്റെ 15-ാം വയസ്സിലായിരുന്നു ഹർബുൽ ബസൂസിനെ അംർ ബിൻ കുൽസൂം തഗലബി ലീഡ് ചെയ്തിരുന്നത്. ഹർബുൽ ബസൂസിന് ഒട്ടിയ ബിക്ർ തഗ്ലബ് ഗോത്രം തമ്മിലുള്ള യുദ്ധമായിരുന്നു. അംർ ബിൻ കുൽസൂം തഗലബിയാണ് തഗ്ലബ് ഗോത്രക്കാരനാണ്. മുഅല്ലഖത്തുഹു ബഹ്റു വാഫിർ, വാഫിർ ബഹറിലായിരുന്നു അംർ ബിൻ കുൽസൂം തഗലബി മുഅല്ലഖ് രചിച്ചിരുന്നത്. കാഫിയ നൂനിയ, നൂനായിരുന്നു കാഫിയ ആയിട്ടുണ്ടായിരുന്നത്.
അദ്ദേഹത്തിന്റെ മുഅല്ലക്ക 100 വരികളോളം ഉണ്ടായിരുന്നു. മത്ലഅ മുഅല്ലക്കത്തിഹി, അദ്ദേഹത്തിന്റെ മുഅല്ലക്കയുടെ പ്രാരംഭം തന്നെയായിരുന്നു അലാ ഹുബ്ബി ബിസഹ്നിക ഫഅസ്ബഹീന വലാ തബ്ഖി ഖുമൂറൽ അന്തരീന. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്തരീന എന്ന് പറയുന്നത് ഖരിയത്തു മിന ഷാം, ഷാമിലെ ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ്. ഇനി അടുത്തൊരു എക്സാമിന് അന്തരീന എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഓപ്ഷൻസിൽ ഹംറാണോ ഇനിയിപ്പോ ഷാമിലെ ഒരു സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹംറ് എന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാതെ ഓപ്റ്റ് ചെയ്യരുത്. ഷാമിലെ ഒരു പ്രദേശത്തിന്റെ, ഒരു നാടിന്റെ പേരാണ് അന്തരീന എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, തഅബ്ബത്ത് ഷറ മിന ശുഅറാഇ സആലിക് ഫിൽ അസ്ർ. തഅബ്ബത്ത് ഷറ എന്ന് പറയുന്നത് സആലി കവികളിൽ പെട്ടതാണ്. ഏത് കാലഘട്ടത്തിലുള്ള? ഓപ്ഷൻ എ അൽ ജാഹിലി, ഓപ്ഷൻ ബി അൽ ഇസ്ലാമി, ഓപ്ഷൻ സി അൽ അമവി, ഓപ്ഷൻ ഡി അൽ അബ്ബാസി. നമുക്കറിയാം സൊആലിക്ക് കവികൾ എന്ന് പറയുമ്പോൾ നാടോടി കവികൾ എന്നൊക്കെ അറിയപ്പെടുന്ന രൂപത്തില് അവരുടെ ജീവിതം അവര് മോഷ്ടിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അങ്ങനെയായിരുന്നു അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു തഅബ്ബത്ത് ഷറ. ഏത് കാലഘട്ടത്തിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. എല്ലാവരും ആൻസർ ചെയ്യാം. ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ സൊഅലൂക്ക് കവികളെയൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് തഅബ്ബത്ത് ഷറ. അശ്ശുഅറാഉ സൊആലിക്, പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് 3 സൊഅലൂക്ക് കവികളെയാണ്. ഒന്ന് തഅബ്ബത്ത് ഷറ, മറ്റൊന്ന് ഉർവത്ത് ഇബ്നുൽ വർദിൽ അബ്സി, മറ്റൊന്ന് അശ്ശൻഫരി. തഅബ്ബത്ത് ഷറൽ ഫഹ്മി, അദ്ദേഹത്തിന്റെ പൂർണ്ണനാമാണ് തഅബ്ബത്ത് ഷറൽ ഫഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. മിൻ ഫത്താഖുൽ അറബ് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഫത്താഖുൽ അറബുകൾ പെട്ട ഒരാൾ തന്നെയാണ് തഅബ്ബത്ത് ഷറ. ഇവിടെ തഅബ്ബത്ത് ഷറന്റെ യഥാർത്ഥ നാമം സാബിത്ത് ബിൻ ജാബിർ എന്നാണ്. തഅബ്ബത്ത് ഷറൽ ഫഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. ജമാൽ മുഫല്ലൽ ലുബ്ബി ഖസീദത്തുഹു ഫി ബഹറിൽ ബസീത്ത്, ഈ തഅബ്ബത്ത് ഷറയുടെ ഖസീദ മുഫല്ലൽ ലിബിയാണ് ഒരുമിച്ച് കൂട്ടുന്നത്. അത് ബഹറു ബസീത്തിലായിരുന്നു. മുഫല്ലൽ ലിബിയാണ് തഅബ്ബത്ത് ഷറയുടെ ഖസീദ ഒരുമിച്ച് കൂട്ടുന്നത്. അത് ബഹറു ബസീത്തിലായിരുന്നു. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ബി ത്വയ്ബത്ത് റസ്മി റസൂലി വ മർഹദി മുനീറും മഖദ് തർഫുർ റുസൂമി വ തഹ്മദി സാഹിബു ഹാദൽ ബൈത്ത്. ഈ ഒരു ബൈത്തിന്റെ ഉടമ ആരാണ്? ഓപ്ഷൻ എ കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ ബി ഹസാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ സി അബ്ദുല്ലാഹി ബിൻ റവാഹ, ഓപ്ഷൻ ഡി അൽ ഇമാം അൽ ബൂസൂരി. നമുക്കറിയാം റസൂലിനെ കുറിച്ചിട്ടുള്ള ഒരു ബൈത്താണെന്ന് അറിയാം. താഴെ കൊടുത്തതിൽ ആരാണ് ഈ ഒരു ബൈത്ത് രചിച്ചിട്ടുള്ളത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത നബിയുടെ വേർപാടില് ഒരുപാട് ദുഃഖം ഉണ്ടാക്കി. ആ ഒരു കാരണത്താൽ റിസായിൽ എഴുതിയിട്ടുള്ള ഒരു ഷിഅറാണ്. അതിൽപ്പെട്ട ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബി ത്വയ്ബത്ത് റസ്മി റസൂലി വ മഹദി മുനീറും മഖദ് തഅഫുർ റസൂമി വ തഹ്മദി. ഇവിടെ ത്വയ്ബ എന്ന് പറയുന്നത് മദീനയുടെ ഒരു പേരായിട്ടാണ് ത്വയ്ബയെ അറിയപ്പെടുന്നത്. അപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം സ്പർശിച്ച അല്ലെങ്കിൽ അടയാളങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് മദീന എന്ന് പറയുന്നത്. മർഹദ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മൻസിലായിട്ടാണ്. ആളുകൾ വന്നും പോവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൻസിലായിട്ടാണ് ഇവിടെ മദീന ഉള്ളത്. അതുപോലെ തന്നെ ഒരിക്കലും മായാത്ത രൂപത്തിലുള്ള ഒരുപാട് പ്രകാശങ്ങളും ഹിദായത്തിന്റെ വെളിച്ചമൊക്കെ പകർന്നു നൽകുന്ന ഒരു നാടും കൂടിയാണ് മദീന എന്നൊക്കെ പറഞ്ഞിട്ട് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റിസായിൽ എഴുതിയിട്ടുള്ള ബൈത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അശ്ശുഅറാഉൽ മുഹ്ളറമൂൻ, മുഹ്ളറമീൻ കവികൾ. ഉലായിക്കല്ലദീന ആശൂ ഫിൽ ജാഹിലിയ വൽ ഇസ്ലാം വഖാലു ഫീഹാ ശിഅറൻ. പ്രത്യേക നോട്ട് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മൾ മുഹ്ളറമീൻ കവികൾ എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിക്കുകയും 2 കാലഘട്ടത്തിലും കവിത ചൊല്ലുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ മുഹ്ളറമീൻ കവികൾ എന്ന് പറയുന്നത്. വമിൻ അഷ്ഹുരിഹിം ഹസ്സാൻ വ ഹൻസ വ കഅബ് ബിൻ സുഹൈർ വ ഹുതൈഅ. ഇവരിൽ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള മുഹ്ളറമീൻ കവികളാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹൻസ, കഅബ് ബിൻ സുഹൈർ, ഹുതൈഅ എന്നീ കവികൾ.
ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അഷ്ഹറു ശുഅറാഇൽ മുഹ്ളറമീൻ. മുഹ്ളറമീൻ കവികളിൽ ഏറ്റവും പ്രശസ്തി നേടിയ വ്യക്തിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. ലുക്കിബ ബി ഷാഇറുൻ നബിയ്യ്, ഷാഇറുർ റസൂൽ, ഷാഇറുൽ ഇസ്ലാം, റഈസുൽ ബദീഈൻ. ഇത്തരം പേരുകളിലാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഷാഇറുൻ നബി, ഷാഇറുർ റസൂൽ എന്നാണെങ്കിലും ഷാഇറുൽ ഇസ്ലാമും അതുപോലെ റഈസുൽ ബദീഈൻ എന്നുള്ള പേരിലും ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നുണ്ട്. ഉലിദ ഫി മദീന വനശ ഫിൽ ജാഹിലിയ. മദീനയിലാണ് ഹസ്സാൻ ബിൻ സാബിത്ത് ജനിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലാണ് വളർന്നിട്ടുള്ളത്. കാന അൻസാരിയൻ, അൻസാരികൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ബനി നജ്ജാർ, ഖസ്റജ് ഗോത്രത്തിലെ ബനു നജ്ജാറിലെ അൻസാരിയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്. മദഹൽ ഖസാസിന വൽ മുനാദറ ഫിൽ ഹീറ. ഹീറയിലെ അദ്ദേഹം ഖസാസിന, മുനാദറ ഗോത്രങ്ങളെ അത്തരം കുടുംബങ്ങളെ മദ്ഹ് ചെയ്തിരുന്നു. ഖസാസിന അതുപോലെ മുനാദിറ. ആശ മിഅ വ ഇശ്റൂന സന സിത്തൂന ഫിൽ ജാഹിലിയ വ സിത്തൂന ഫിൽ ഇസ്ലാം. 120 വർഷമാണ് ഹസ്സാൻ ബിൻ സാബിത്ത് ജീവിച്ചിട്ടുള്ളത്. 60 വയസ്സുവരെ തന്റെ ജാഹിലിയ കാലഘട്ടത്തിലും ബാക്കിയുള്ള 60 വയസ്സ് ഇസ്ലാമിക കാലഘട്ടത്തിലുമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അക്സറു ഷിഅറുഹു ഫിൽ ഹിജാ. ഹിജായിലായിരുന്നു ഏറ്റവും കൂടുതൽ കവിതകൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കവിയായിരുന്നു. എങ്കിൽ കൂടി മദ്ഹിനേക്കാളും ഹിജായിലായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ മുന്നിട്ട് നിന്നിരുന്നത്. ഹിജാ എന്ന് പറയുമ്പോൾ മദ്ഹിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ നമുക്ക് പറയാം. അതായത് ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തരം താഴ്ത്താൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന കവിതകളാണ് ഹിജാ എന്ന് പറയുന്നത്. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ തഹ്ജൂഹും വ അന മിൻഹും. ഞാനും ആ ഒരു കുടുംബത്തിൽ പെടുമ്പോൾ നീ എങ്ങനെയാണ് അവരെ മാത്രം ഹിജാബ് ചെയ്യുക? ഫറദ്ദഹു ഹസ്സാൻ. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകി, അസ്ലകു മിൻഹും കമാ തസിലു ശഅറത മിനൽ ഇജ്ജീൻ. വെണ്ണയിൽ നിന്ന് മുടിനാര് എങ്ങനെയാണോ എടുത്തു മാറ്റാൻ സാധിക്കുന്നത്, അതുപോലെ ആ ഒരു കുടുംബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ ഹിജാ ചെയ്യും. കുന്നിയത്തുഹു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുന്നിയത്താണ് അബുൽ വലീദ് അതുപോലെ അബു അബ്ദുറഹ്മാൻ. 2 കുന്നിയത്തുകളുണ്ട്, അബുൽ വലീദ് അതുപോലെ അബു അബ്ദുറഹ്മാൻ. മിൻ അബയാത്തിഹി. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഷേറിന്റെ തുടക്കമായിരുന്നു നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരുടേതാണെന്ന്. ബാക്കി കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത എക്സാമിൽ മേ ബി വേറെ ഏതെങ്കിലും ലൈന് ചോദിച്ചാലും നമുക്ക് അറിയണം ഇത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസായിൽ എഴുതിയിട്ടുള്ള ആ ഒരു ഷീറിൽ നിന്നുള്ള വരിയാണെന്ന്. ഇനി അക്മിൽ, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ഖുർആൻ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. യാ യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ. ഭൂമിയിലുള്ള ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഹലാലായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ഇനി പുള്ളിയില്ല, ശ്രദ്ധിക്കണം. ഹലാലായിട്ടുള്ളത്, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക. വല തത്തബിഊൻ. നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. ഖുതുവാത്തി അശ്ശൈത്വാൻ എന്നാണോ ഷെയ്ത്വാനു നീ നുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. എന്തായാലും പിശാചിന്റെ ചുവടുകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ശത്രുവാണ്. ഇവിടെ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഖുറാനിൽ നിന്നുള്ള ഒരു ആയത്താണ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അശ്ശൈത്വാനി എന്നുള്ളത് ആ ആയത്ത് കൂടി നമുക്ക് നോക്കാം. യാ യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാനി എന്നാണ് നമ്മുടെ ഖുറാനിൽ വ്യക്തമായി കൊടുത്തിട്ടുള്ളത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അപ്പൊ ഇതുപോലെയുള്ള ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളും നമുക്ക് എക്സാമിന് കണ്ടുവരാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, ഇന്നമൽ ഖംറു വൽ മൈസിറു ഡേഷ് വൽ അസ്ലാമു മിൻ റിജ്സി ഷൈത്വാൻ. ഇതും ഖുറാനിൽ നിന്നുള്ളൊരു ഭാഗം തന്നെയാണ്. ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ എ അൽ ഔസാൻ, ഓപ്ഷൻ ബി അൽ ഇഫ്സാദ്,
ഓപ്ഷൻ സി അൽ അൻസ്വാബ്, ഓപ്ഷൻ ഡി അൽ അഹ്ലാം. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അൽ അൻസാബ് എന്നുള്ളതാണ്. ഖുറാനായത്ത് നോക്കാം. അതായത് സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഹംറു വൽ മൈസിർ, തീർച്ചയായും മദ്യവും അതുപോലെ ചൂതാട്ടവും, വൽ അൻസാബ്, അൻസാബ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ, പ്രതിഷ്ഠകളും, വൽ അസ്ലാം, പ്രശ്നം വെച്ച് നോക്കുന്നതെല്ലാം, രിജിസുമിൻ അമൽ ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അപ്പൊ ഇന്നമൽ ഹംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം, നമ്മൾ ഈ ഹംറ് അതുപോലെ തന്നെ മുഹദ്ദറാത്തിന്റെ ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ പഠിച്ചു വരുന്ന ഒരു ഖുറാനായത്താണ് ഇന്നമൽ ഹംറു വൽ മൈസിർ വൽ അൻസാബു എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്ത്. അപ്പൊ വൽ അൻസാബു എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി മറ്റൊരു ചോദ്യം. ഇത് ഹുമാ ഫിൽ ഗാരി, അവർ രണ്ടുപേരും ഗുഹയിലാണ്. ഇത് യഖൂൽ ലി സാഹിബിഹി, ഒരാൾ തന്റെ സാഹിബിനോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട, തീർച്ചയായും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. യുരീദു ബി സാഹിബി ഫിന്നസ്, ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സാഹിബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ആരെയാണ്? ഓപ്ഷൻ എ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ ബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഓപ്ഷൻ ഡി സെയ്ദ് ബിൻ ഹാരിസ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് യഥാർത്ഥത്തില് കറക്റ്റ് ആൻസർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. അപ്പൊ നബിയാണ് പറയുന്നത്. സാഹിബിനോട് പറയുന്ന പറയുമ്പോൾ തന്റെ കൂട്ടാളി എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് സാഹിബ് എന്നാണ്. ഇത് മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ സാഹിബ്, പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവിടെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു ആ യാത്ര ഉണ്ടായിരുന്നത്. അങ്ങനെ അവര് സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന കാര്യമാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നുള്ളത്. ഇത് യഖൂലു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ലി സാഹിബിഹി, സാഹിബിനോട്, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ലമ്മ ഹസിന വഷ്തദ്ദ ഖലിഖഹു, അത് മനസ്സിൽ അസ്വസ്ഥത വല്ലാതെ കൂടി വന്നപ്പോ, സങ്കടം വന്നപ്പോ, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. ഇത് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരോടാണ് പറയുന്നതെന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടുമാണ്. ഇനി മറ്റൊരു ചോദ്യം. അൽ മുഅ്മിനു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമാക്കുന്നവരാണ്. ഹാദിഹിൽ ജുംല, ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഖൗൽ ഇബ്നു അബ്ബാസ്, ഓപ്ഷൻ ബി ഖൗൽ ഇബ്നു മസ്ഊദ്, ഓപ്ഷൻ സി ആയത്തു മിനൽ ഖുർആൻ, ഓപ്ഷൻ ഡി ഹദീസുൻ നബവി. ആൻസർ നോക്കാം. ഈ ഒരു ഹദീസ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വരുന്ന ഒരു ഹദീസാണ്. അൽ മുഅ്മിനു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി, ഒരു മനുഷ്യൻ അവന്റെ നാവിനെ മുസ്ലിങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്ന് പറയുമ്പോൾ, എല്ലാ മുസ്ലിങ്ങളെയും അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്ന് പറയുമ്പോൾ ചീത്ത വിളിക്കാതിരിക്കുകയും ആക്ഷേപിക്കാതിരിക്കുകയും നമീമത്ത് പറയാതിരിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൈകൊണ്ട് സുരക്ഷിതമാക്കുക എന്ന് പറയുമ്പോൾ അവനായിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. എന്തായാലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി,
ഇനി അടുത്ത വട്ടം ചിലപ്പം എക്സാമിന് മിലിസാനിഹി കഴിഞ്ഞിട്ട് ഡാഷ് ഒക്കെ ഇട്ടിട്ട് ചോദിക്കാം. ആ ഒരു സമയത്ത് വയദിഹി എന്നാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം ചെറിയ ഹദീസുകളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു ചോദ്യം, മാതാ യുറാദുബി റവാഹു ഷെയ്ഖാനി. റവാഹു ഷെയ്ഖാനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ അൽ ഹദീസുൽ ഖുദുസി, ഓപ്ഷൻ ബി അൽ ഹദീസുല്ലദി റവാഹു അഹ്മദ് വൽ ബുഹാരി, ഓപ്ഷൻ സി അൽ ഹദീസുല്ലദി റവാഹു അബൂബക്കർ വ ഉമർ, ഓപ്ഷൻ ഡി അൽ ഹദീസുല്ലദി റവാഹു അൽ ബുഹാരി വ മുസ്ലിം. ഷെയ്ഖാനി കൊണ്ട് അല്ലെങ്കിൽ ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തതാന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. അൽ ഹദീസുല്ലദി റവാഹുൽ ബുഹാരി വ മുസ്ലിം. ബുഹാരിയും ഇമാം മുസ്ലിമും രണ്ടുപേരും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തതിന്റെ ആ ഹദീസുകളെയാണ് നമ്മൾ റവാഹു ഷെയ്ഖാനി, രണ്ട് ഷെയ്ഖാനികൾ അല്ലെങ്കിൽ ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്. ഇനി മറ്റൊരു ചോദ്യം, വാലിദു അസ്മാ റളിയല്ലാഹു അൻഹു. അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉമറുൽ ഫാറൂഖ്, ഓപ്ഷൻ സി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് കേട്ടറ്റ് എക്സാമിന് പ്രതീക്ഷിക്കാം. ആൻസർ നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ എ ആണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. അസ്മാ ബിൻത് അബീ ബക്കർ ഹിയ സഹാബിയ ഇബ്നത്തു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സഹാബി വനിതയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ്. വസൗജത്തു അസുബൈർ ബിൻ അവാം, സുബൈർ ബിൻ അവാമിന്റെ ഭാര്യയാണ്. വ ഉഖ്തു ആയിഷ റളിയല്ലാഹു അൻഹു സൗജത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ആയിഷ ബീവിയുടെ സഹോദരിയും കൂടിയാണ് അസ്മാ ബിൻത്ത് അബീ ബക്കർ. വ ഉമ്മു അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ മാതാവും കൂടിയാണ്. അപ്പോ കുറെ ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആരാണെന്നൊക്കെ നോട്ട് ചെയ്യാം. പിതാവ് ആരാണ്, അതുപോലെ തന്നെ ആരുടെ ഭാര്യയാണ്, ആരുടെ സഹോദരിയാണ്, അതുപോലെ തന്നെ ആരുടെ മാതാവാണ് എന്നെല്ലാം നോട്ട് ചെയ്യാം. ലുഖബത്ത് ബി ദാത്തിൻ നിത്താക്കേൻ, ദാത്തിൻ നിത്താക്കേൻ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ലി അന്നഹ ശക്കത്ത് നിതാക്കിയ വ റബത്തത് ബിഹി സഫർഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഹീന ഖറജ മുഹാജിരീന ഇലാ യസ്രിബ്. മദീനയിലേക്ക് രണ്ടുപേരും ഹിജ്റ പോകുന്ന സമയത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജ്റ പോകുന്ന സമയത്ത് അവരുടെ യാത്രയില് അവർക്ക് ഭക്ഷണവും പാനീയവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതായത് തന്റെ അരയിലുണ്ടായിരുന്ന ആ ഒരു തോൾ സഞ്ചി രണ്ട് കഷ്ണമാക്കി കീറിയിട്ട് ഒന്നില് വെള്ളവും മറ്റൊന്നില് ഭക്ഷണവും ആക്കിയിട്ട് ഇവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലാത്തുൻ നിത്താക്കൈൻ എന്നുള്ള ആ ഒരു പേര് കിട്ടാൻ കാരണം അവരെന്താണ്, നിങ്ങൾക്ക് ഇപ്പോ ഒരു നിത്താക്കാണെങ്കിൽ സ്വർഗത്തിൽ രണ്ട് നിത്താക്കൾ ഉണ്ടാവട്ടെ എന്നുള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ദാത്തുൻ നിത്താക്കൈൻ എന്നുള്ള പേരിൽ അവര് അറിയപ്പെടുന്നത്. ഔ അന്നഹ ജഹസത്ത് ലഹുമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു തആമൻ വസക്കാഅൻ, ഭക്ഷണവും പാനീയവും റെഡിയാക്കിയിരുന്നു. വശക്കത്ത് അസ്മാ റളിയല്ലാഹു അൻഹു ലിതാഫുഹ നിസ്ഫേനി നിതാഖിഹ നിസ്ഫേനി, അങ്ങനെ തന്റെ ആ ഒരു തോൾ സഞ്ചി രണ്ടെണ്ണായിട്ട് കീറി അല്ലെങ്കിൽ രണ്ടെണ്ണായിട്ട് മുറിച്ചു. ഫറബത്തത് ബി അഹദിഹിമ അൽ കീസ് വസാനിയ സക, ഒന്നില് ഭക്ഷണത്തിനുള്ള ഒരു പാത്രം, അത് ഭക്ഷണത്തിലുള്ള പാത്രമായിട്ടും മറ്റൊന്ന് വെള്ളത്തിലുള്ള ഒരു പാത്രമായിട്ട് അതിനെ മാറ്റി. ഹൈസു കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അബ്ദലക്കല്ലാഹു നിതാഖിക, നിന്റെ ഈ ഒരു തോൾ സഞ്ചിയുടെ അല്ലെങ്കിൽ ഈ ഒരു തോൽപാത്രത്തിന് പകരം അള്ളാഹു നിനക്ക് നൽകട്ടെ, ഹാദാ ഇതിനു പകരമായി നൽകട്ടെ, നിതാഖൈനി ഫിൽ ജന്ന, സ്വർഗത്തിൽ രണ്ട് നിതാക്കുകൾ നൽകട്ടെ. മുൻപ് ദാലിക്കൽ ഹിൻ, ആ സമയം മുതൽ ലുക്കിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹു, അസ്മാ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു തുടങ്ങി ബിദാത്തിൻ നിതാഖൈൻ, ലാത്തുൻ നിതാഖൈൻ എന്നുള്ള പേരില്. അൽ ഖത്തീബു ലി അലി റളിയല്ലാഹു അൻഹു ജുമിഅത്ത്. ഓപ്ഷൻ എ നെഹ്ജുൽ ബലാഗ, ഓപ്ഷൻ ബി അസ്റാറുൽ ബലാഗ, ഓപ്ഷൻ സി അൽ ബലാഗത്തുൽ വാലിഹ, ഓപ്ഷൻ ഡി ജവാഹിറുൽ ബലാഗ. അപ്പൊ എല്ലാ ഓപ്ഷനിലും ബലാഗ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കുക. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള ഏതോ ഒരു ഗ്രന്ഥം അതാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്.
നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെഹ്ജുൽ ബലാഗയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി ത്വാലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം എന്നാണ് പൂർണ്ണനാമം. ബില ഖൽഫിൻ അഖ്തബുൽ മുസ്ലിമീൻ. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, മുസ്ലിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹബ്ബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ഇഷ്ടം തോന്നി. വസവ്വജഹു ഇബ്നതഹു ഫാത്തിമ. അങ്ങനെ തന്റെ പുത്രിയായിട്ടുള്ള ഫാത്തിമ ബീവിയെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. അല്ലത്തി വലദത് ലഹു അൽ ഹസൻ വൽ ഹുസൈൻ. അങ്ങനെ അവര് രണ്ടു മക്കൾക്ക് ജന്മം നൽകി, ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും. ഷഹിദൽ ഗസ്വാത്ത് കുല്ലഹ ഇല്ലാ തബൂക്ക്. അലി റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധങ്ങളിലും സാക്ഷിയായിട്ടുണ്ട്, തബൂക്ക് യുദ്ധം ഒഴിച്ച്. തവല്ലൽ ഖിലാഫ ഹംസും വസലാസൂന ഹിജ്റ. ഹിജ്റ 35 ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നത്. ഹക്കമ ഹംസ സനവാത് വസലാസത്തു അഷ്ഹുറിൻ. 5 വർഷവും 3 മാസവുമാണ് ഖിലാഫത്തിൽ ഉണ്ടാകുന്നത്. ഹിജ്റ 40 അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഖിലാഫത്തിൽ നിന്ന് ഒഴിവാവുന്നുണ്ട്, അതായത് മരണപ്പെടുന്നുണ്ട്. ഇൻതക്കലത് ആസിമത്തുൽ ഇസ്ലാമിയ. ഇസ്ലാമിന്റെ തലസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ട്. മിനൽ മദീന ഇലൽ കൂഫ. മദീനയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് കൂഫയിലേക്ക് ഇസ്ലാമിന്റെ ആ ഒരു തലസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. കിതാബ് നെഹ്ജുൽ ബലാഗ ജമഅഹു അഷ്ശരീഫ് റളി. ഷെരീഫ് റളിയാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഹ്ജുൽ ബലാഗ ക്രോഡീകരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം. അസ്സഹാബില്ലദി ലുക്കിബ ബി അമീനുൽ ഉമ്മ. അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ്? ഓപ്ഷൻ എ അബു ഉബൈദ, ഓപ്ഷൻ ബി ഖാലിദ് ബിൻ വലീദ്, ഓപ്ഷൻ സി അംർ ബിൻ ആസ്, ഓപ്ഷൻ ഡി സഅദ് ബിൻ അബി വഖാസ്. അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അബൂ ഉബൈദയാണ് അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബി. ഖാലിദ് ബിൻ വലീദ് സൈഫുല്ലാഹി മസ്ലൂൽ എന്നറിയപ്പെടുന്നുണ്ട്. അംർ ബിൻ ആസ്, അർത്തബൂനുൽ അറബ്, ദാഹിയത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നുണ്ട്. സഅദ് ബിൻ അബി വഖാസ്, ഹാരിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു എക്സാമിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു എക്സാമിൽ വേറെ ആരുടെയെങ്കിലും ലക്കബായിരിക്കും ചോദിക്കുന്നുണ്ടാവാം, നോട്ട് ചെയ്യാം. ഇനി മറ്റൊരു ചോദ്യം. അൽ അഖ്തലു ഷാഇറുൻ ഉമവിയുൻ ഇസ്തഹറബി. അഖ്തൽ എന്നുള്ളത് ഉമവി കാലഘട്ടത്തിലെ കവിയാണ്. ഏത് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യത്തിലാണ് അദ്ദേഹം പ്രശസ്തി നേടിയിരുന്നത്? ഓപ്ഷൻ എ അത്തൊറദിയാത്ത്, ഓപ്ഷൻ ഡി അസുഹുദിയാത്ത്, ഓപ്ഷൻ സി അൽ ഹംറിയാത്ത്, ഓപ്ഷൻ ഡി അന്നഖാഇൽ. അത്തൊറദിയാത്ത്, അസുഹുദിയാത്ത്, അൽ ഹംറിയാത്ത്, അന്നഖാഇൽ. നമുക്ക് ആൻസർ നോക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. നഖായിൽ ആണ്. നഖായിൽ. ഇനി എന്താണ് നഖായിൽ എന്ന് കൂടി നോട്ട് ചെയ്യാം. യൻലു ഷാഇർ ഖസീദത്തുൻ ഫിൽ ഫഖ്രി വൽ ഹിജാ അലാ വസ്നി വൽ ഖാഫിയ. ഒരു കവി ഫഖ്റിലോ അല്ലെങ്കിൽ ഹിജായിലോ ഒരു കസീദ രചിക്കുകയാണ്. അതിനൊരു വസ്നും ഉണ്ട്, ഒരു ഖാഫിയയും ഉണ്ട്. ഫയറുദ്ദു അലൈഹി ഷാഇറുൻ ആഖർ. മറ്റൊരു കവി എന്ത് ചെയ്യുന്നു? അതിന് മറുപടി നൽകുകയാണ്. ഖസീദത്തിൻ, ഒരു കസീദ മുഖേന അല്ലെങ്കിൽ കസീദ രൂപത്തിൽ. യൻഖദു ബിഹ, അതില് എഴുതുന്ന തിരിച്ച് മറുപടി നൽകുന്ന ആ ഒരു കവി നിരൂപണം ചെയ്യുന്നുണ്ട്. ഫഖ്റുഹു വഹിജാഹു. ആദ്യം കവിത എഴുതിയ ഒരു കവി ഫഖർ ഹിജ ഉപയോഗിച്ചിട്ടൊക്കെയാണ് എഴുതിയുള്ളത്. ഫഖർ ഹിജായിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഫഖർ ഹിജ എന്നീ വിഷയത്തിനാണ് നിരൂപണം ചെയ്ത് മറ്റൊരു കവി എഴുതുന്നത്. മിൻ നഫ്സിൽ വസ്ന്, അതേ വസ്ൻ ഉപയോഗിച്ചിട്ട്. വൽ കാഫിയ, അതേ കാഫിയ ഉപയോഗിച്ചിട്ടാണ് മറുപടി നൽകുന്നത്. ഇത്തരം കസീദകൾക്കാണ് നമ്മൾ നഖായിൽ എന്ന് പറയുന്നത്. അഷ്ഹറു ബിഹ, ഇതിൽ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള ഷുഅറാഉൻ നഖായിൽ എന്ന് പറയുന്നത് അഖ്തൽ, ജരീർ, ഫറസ്ദഖ് എന്നുള്ള 3 കവികളാണ്. അൽ അഖ്തൽ അബൂ മാലിക് ഖിയാസ് ബിൻ ഔസ് തഗ്ലബി. തഗ്ലബ് ഗോത്രക്കാരനാണ്. അബൂ മാലിക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. ഖിയാസ് ബിൻ ഔസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഉലിദ ഇഷ്റൂന ഹിജ്രി ബിൽഹീറ ബൈന നജ്ഫ് കൂഫ. നജ്ഫിന്റെയും കൂഫന്റെയും ഇടയിലുള്ള ഹീറയിലെ 20 ഹിജ്റയ്ക്കാണ് അദ്ദേഹം ജനിക്കുന്നത്.
ലുക്കിബ അഖ്തൽ ബി സഫാഹത്തിഹി. അഖ്തൽ എന്നുള്ള ആ പേരിൽ ഖിയാസ് ബിൻ ഔസാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞു. എങ്കിലും അഖ്തൽ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന്റെ കാരണം സഫാഹത്തിഹി, അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ അല്ലെങ്കിൽ വിഡ്ഢിത്തം കൊണ്ടാണ്. ലഖബുഹു, അദ്ദേഹത്തിന്റെ ലഖബാണ് ലിസാനു തഗ്ലബ്, ഷാഇറുൽ ഖലീഫ, ഷാഇറു ബനി ഉമയ്യ, ഷാഇറു സിയാസിയത്തുൽ ഉമവി. ഇത്രയും ലഖബുകൾ നോട്ട് ചെയ്യുക. ഷാഇറുൽ ഖലീഫ ആരാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ അഖ്തൽ ആയിരുന്നു. ലിസാനു തഗ്ലബ്, ഷാഇറുൽ ഖലീഫ, ഷാഇറു ബനി ഉമയ്യ, ഷാഇറു സിയാസത്തുൽ ഉമവി എന്നുള്ള പേരിലൊക്കെ അഖ്തൽ അറിയപ്പെടുന്നുണ്ട്. വഹുവ നസ്രാനീൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. അഖ്തൽ ഒരു നസ്രാനിയായിരുന്നു. നദീമു യസീദ് ബിൻ മുആവിയ, യസീദ് ബിൻ മുആവിയയുടെ നദീമായിരുന്നു. ഈ നദീം എന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് കള്ളു കുടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കൂട്ടുകാരനെയൊക്കെയാണ് നദീം എന്ന് പറയുന്നത്. അപ്പോ അഖ്തലിന്റെ നദീമായിട്ട് അറിയപ്പെട്ടിരുന്ന യസീദ് ബിൻ മുആവിയ ആയിരുന്നു. മദഹ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഫദആഹു അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് ബിൻ മർവാനെ അഖ്തൽ മദ്ഹ് ചെയ്തു. അങ്ങനെ അബ്ദുൽ മലിക് അദ്ദേഹത്തെ വിളിച്ചു ഷാഇറു അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു. ഷാഇറു അമീറുൽ മുഅ്മിനീൻ എന്ന് അഖ്തലിനെ വിളിക്കുന്ന ആള് അബ്ദുൽ മലിക് ആയിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാൻ ആയിരുന്നു. കാരണം അദ്ദേഹത്തെ മദ്ഹ് ചെയ്തിരുന്നു. ഹജൽ അൻസാർ, അദ്ദേഹം അൻസാരികളെ ഹിജാസ് ചെയ്തിരുന്നു. മദഹ ബനി ഉമയ്യ, ബനു ഉമയ്യക്കാരെ മദ്ഹ് ചെയ്ത് പുകഴ്ത്തി പാടിയിരുന്നു. അക്സർ ഷെയറു ഫിൽ മദ്ഹ്, അഖ്തലിന് ഏറ്റവും കൂടുതൽ കവിത ഉണ്ടായിരുന്നത് മദ്ഹിലായിരുന്നു. ഖാല അഖ്തൽ, അഖ്തൽ പറഞ്ഞു വജത്തുൽ ജരീറ യുഗ്റഫു മിൻ ബഹർ, ഞാൻ ജരീറിനെ കാണുന്നത് കടലിൽ നിന്ന് കോരിയെടുക്കുന്ന രൂപത്തിലുള്ള കവിതയെ കൊണ്ടാണ്. വൽ ഫറസ്ദഖു യൻഹതു മിൻ സഹർ, എന്നാൽ ഫറസ്ദഖിന്റെ കവിതയാണെങ്കിൽ പാറയിൽ കൊത്തിവെച്ച പോലെയാണ്. ഇങ്ങനെയാണ് അഖ്തല് ഫറസ്ദഖിന്റെയും ജരീറിന്റെയും കവിതയെ കുറിച്ച് പറയുന്നത്. ജരീറിന്റെ കവിത എന്ന് പറയുന്നത് കടലിൽ നിന്ന് കോരിയെടുക്കുന്ന രൂപത്തിൽ അത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിരുന്നു. ഫറസ്ദഖിന്റെ കവിത എന്ന് പറയുന്നത് പാറയിൽ കുത്തിവെച്ചതുപോലെ അത്രയും ഹാർഡായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് എഴുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫറസ്ദഖ് എന്നുള്ളത്. ഖൗലുഹു, ഇനി അഖ്തലിന്റെ ഒരു ബൈത്താണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. പല എക്സാമുകൾക്കും ചോദിച്ച ഒരു ബൈത്താണ്. ദഹബത് ഖുറൈശ് ബിൽ മകാരിമി വൽ ഉല വല്ലുഉമ തഹ്ത അവാഇമുൽ അൻസാരി. ഇവിടെ അൻസാരികളെ ഹിജാസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ആ അൻസാരികളെ ഹിജാസ് ചെയ്ത് എഴുതിയ ഒരു വരിയാണ് ഇത്. ദഹബത്ത് ഖുറൈശ്, ഖുറൈശികളെല്ലാം കൊണ്ടുപോയി. ബിൽ മകാരിമി വൽ ഉല, എല്ലാ ഉന്നതിയും ആദരവും ഒക്കെ ഖുറൈശികളാണ് കൊണ്ടുപോയത്. വല്ലുഉമു തഹ്ത അമാഇമുൽ അൻസാർ, എന്നാൽ ആക്ഷേപങ്ങളൊക്കെ അൻസാരികളുടെ തലപ്പാവിന് കീഴിലാണ്. ഇങ്ങനെ പറഞ്ഞ അൻസാരികളെ അദ്ദേഹം ഹിജാസ് ചെയ്തിരുന്നു. ഇനി മറ്റൊരു ചോദ്യം, ഷാഇറുൻ മഷ്ഹൂറുൻ ഫിൽ അസ്റിൽ അബ്ബാസി, താഴെ കൊടുത്തതിൽ അബ്ബാസി കാലഘട്ടത്തിലെ പ്രശസ്തനായ കവി ആരായിരുന്നു? ഓപ്ഷൻ എ അൽ ബുഖ്തരി, ഓപ്ഷൻ ബി സിയാദ് ബിൻ അബീഹി, ഓപ്ഷൻ സി അൽ ഫറസ്ദഖ്, ഓപ്ഷൻ ഡി ബദിഉ സമാൻ അൽ ഹമദാനി. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബുഖ്തുരിയാണ്. അൽ ബുഖ്തുരി അബു ഉബാദ അൽ വലീദ് ബിൻ അബീദ് തോയി. ഇമ്പോർട്ടന്റ് ആണ് ബുഖ്തുരിയുടെ നെയിം. അതായത് ഇത് ആരുടെ പേരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ബുഖ്തുരിയുടെ ഫുൾ നെയിം ആണെന്ന് മനസ്സിലാകണം. അബു ഉബാദ അൽ വലീദ് ബിൻ അബീദ് തോയി എന്നുള്ളതാണ്. തൊയ്യ് ഗോത്രക്കാരനായിരുന്നു. ഉലിദ ഫി മൻബജ്, മൻബജിലായിരുന്നു ബുഖ്തുരി ജനിച്ചിരുന്നത്. തിൽമീദു അബൂ തമാം, അബൂ തമാമും തൊയ്യ് ഗോത്രക്കാരനാണ്. അബൂ തമാമിന്റെ ശിഷ്യനായിരുന്നു ബുഖ്തുരി. ഖാലൽ ബുഖ്തുരി, ബുഖ്തുരി പറയുമായിരുന്നു ജയ്യിദു ഖൈറും മിൻ ജയ്യിദി, എന്റെ നന്മയിനേക്കാൾ അല്ലെങ്കിൽ എന്റെ നല്ലതിനേക്കാൾ ഏറ്റവും നല്ലത് അദ്ദേഹത്തിന്റെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മയായിരുന്നു. ഇത് തന്റെ ഗുരുവായിട്ടുള്ള അബൂ തമ്മാമിനെ കുറിച്ചാണ് ബുഖ്തുരി ഇവിടെ പറയുന്നത്. റദീഇ ഖൈറും മിൻ റദീഹി, എന്റെ മോശം എന്നുള്ളത് ഖൈറും മിൻ റദീഹി, അദ്ദേഹത്തിന്റെ മോശത്തേക്കാൾ മോശമായിരുന്നു. അപ്പോ തന്നെ വളരെയധികം തരം താഴ്ത്തിയിട്ട് തന്റെ ഗുരുവിനെ വളരെയധികം പുകഴ്ത്തി പറയുന്ന ഒരു രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അബൂ തമ്മാമിന്റെ നന്മയായിരുന്നു ബുഖ്തുരിയുടെ നന്മയേക്കാൾ ഏറ്റവും നല്ലത്. അബൂ തമ്മാമിന്റെ തിന്മയേക്കാൾ എത്രയോ മോശമായിരുന്നു ബുഖ്തുരിയുടെ തിന്മ എന്ന് പറയുന്നത്. ഖാലൽ മാരി, അബുൽ അല അൽ മാരി പറയുന്നു അൽ മുതനബി വ അബൂ തമാം ഹക്കീമാനി, മുതനബിയും അബൂ തമാമും ഹക്കീമാനിയാണ്, ഹിക്മത്തുകളുടെ കവികളാണ്. ഷാഇറുൽ ബുഖ്തുരി, എന്നാൽ കവി എന്ന് പറയാൻ ഉള്ള എല്ലാ കഴിവുള്ളത് ബുഖ്തുരിക്കാണ്.
അബൂ തമാം ആയാലും മുത്തനബി ആയാലും ഹിക്കുമത്തിലായിരുന്നു ഒരു കൂടുതലും മുന്നിട്ട് നിന്നിരുന്നത്. എന്നാൽ കവി എന്നുള്ള എല്ലാ ഫീച്ചറും അടങ്ങിയിരുന്നത് ബുഹ്തുരിക്കായിരുന്നു എന്ന് അബുൽ അല അൽമാരി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കാം. അബുൽ അല അൽമാരിയാണ് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, അശ്ശാഇറുൽ മുതശാഇം ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ ഷാഇറുൽ മുതശാഇം, അതായത് അശുഭാപ്തി വിശ്വാസത്തിന്റെ കവി ആരായിരുന്നു? ഇവിടെ ആരായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തതിൽ ആരായിരുന്നു എന്നാണ്. ഏറ്റവും പ്രധാനമായിട്ടും അബ്ബാസിയ കാലഘട്ടത്തിൽ മുത്തശാഇമായിട്ടുള്ള ഒരു കവി എന്ന് പറയുന്നത് ഇബ്നു റൂമി ആയിരുന്നു. ഓപ്ഷൻസിൽ നമുക്ക് ഇബ്നു റൂമി ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻസിൽ ഏതാണെന്ന് വേണം ചൂസ് ചെയ്യാൻ. ഓപ്ഷൻ എ അബുൽ അത്താഹിയ, ഓപ്ഷൻ ബി അബു നുവാസ്, ഓപ്ഷൻ സി അൽ മുത്തനബി, ഓപ്ഷൻ ഡി അബുൽ അല അൽമാരി. അതായത് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കവി, എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്ന, അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കവി താഴെ കൊടുത്തതിൽ ആരാണ്? അശുഭാപ്തി വിശ്വാസത്തിന്റെ കവി ആരാണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, അബുൽ അല അൽമാരിയാണ് തശാഉമിന്റെ കവി. അബുൽ അല അൽമാരി അഹ്മദ് ബിൻ അബ്ദുള്ള ബിൻ സുലൈമാൻ തന്നൂഹി. ഇതും നമ്മൾ ബുഹ്തുരിയുടെ പേര് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കണ്ടാൽ ഇത് അബുൽ അലാലിന്റെ പേരായിരുന്നോ എന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നോട്ട് ചെയ്യുക, അഹ്മദ് ബിൻ അബ്ദുള്ള ബിൻ സുലൈമാൻ തന്നൂഹി എന്ന് പറയുന്നത് അബുൽ അല അൽമാരിയുടെ യഥാർത്ഥ നാമമാണ്. ഉലിദ ഫി മാറത്തു നൊഴമാൻ, മാറത്തു നൊഴമാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉസീബൽ ജുദിരി ഉംറുഹു അർബ ഫുഖിദ ബസറുഹു, അദ്ദേഹത്തിന് 4 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വസൂരി ബാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ലുക്കിബ നഫ്സഹു, അദ്ദേഹം സ്വയം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് റഹീനുൽ മുഹ്ബിസൈൻ, 2 തടവറയിൽ പണയപ്പെടുത്തിയ ആൾ എന്നുള്ള രൂപത്തിലായിരുന്നു. ഈ മുഹ്ബിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 2 തടവറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ അന്ധതയും ഒന്ന് അദ്ദേഹത്തിന്റെ വീടുമായിരുന്നു. ഈ 2 കാരണത്താലും അദ്ദേഹത്തെ ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ. ഷാഇറുൽ ഫലാസിഫ, ഫൈലസൂഫുൽ ഹക്കീം, ഫൈലസൂഫു ഷുഅറ എന്നുള്ള പേരിലൊക്കെയാണ് അബുൽ അല അൽമാരി അറിയപ്പെട്ടിരുന്നത്. റഹീനുൽ മുഹ്ബിസൈൻ എന്ന് പറഞ്ഞാലും അദ്ദേഹമാണ്. മാത്രമല്ല ഷാഇറുൽ ഫലാസിഫ, ഫൈലസൂഫുൽ ഹക്കീം, ഫൈലസൂഫു ഷുഅറ എന്നൊക്കെ ഉള്ളത് അബുൽ അല അൽമാരി തന്നെയാണ്. ഇൻതലത് ഹയാതുഹു വഫിക്റുഹു ബിസനാഇയത്തി തലാദ്, വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും നിറഞ്ഞു നിന്നിരുന്നു. മസലൻ, അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അൽ ഹയാത്ത് വൽ മൗത്ത്, മരണവും ജീവിതവും. അങ്ങനെ വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു അദ്ദേഹം കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത്തഫാഉൽ വത്തശാഉമു, ശുഭാപ്തി വിശ്വാസവും അശുഭാപ്തി വിശ്വാസവും. ബഹസാൻ ഇബ്ദാഅത്തിഹി തോഹ ഹുസൈന്റെ ഇബ്ദാഅത്തിനെ കുറിച്ച് അദ്ദേഹം ഗവേഷണം ചെയ്തിട്ടുണ്ട്. ഇബ്ദാഅത്തിനോട് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഔസ അൻ യക്തുബ അലാ ഖബ്രിഹി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വരിയാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുത്തിട്ട് ആരുടേതാണെന്നാണ് സാധാരണ രീതിയിൽ ചോദിക്കല്. അതായത് അബുൽ അല അൽമാരി തന്റെ ഖബറിന്റെ മേലിൽ എഴുതാൻ വേണ്ടി വസിയത്ത് ചെയ്തൊരു വരിയായിരുന്നു ഇത്. ഹാദാ മാ ജന്നാഹു അബി അലയ്യ, ഇത് എന്റെ പിതാവ് എന്നോട് ചെയ്ത തെറ്റാണ്. വമാ ജന്നൈതു അലാ അഹദിൻ, ഞാൻ ഒരാളോടും തെറ്റ് ചെയ്യുകയില്ല, അല്ല ഞാൻ ഒരാളോടും തെറ്റ് ചെയ്തിട്ടില്ല. അതായത് തനിക്ക് ജന്മം നൽകി എന്നുള്ളത് തന്റെ പിതാവ് തന്നോട് ചെയ്തിട്ടുള്ള ഒരു ഉപദ്രവമാണ്, ഒരു തെറ്റാണ്. താൻ കാരണം ആർക്കും ഈ ഒരു ഭൂമിയിൽ ജന്മം നൽകുന്നില്ല എന്നുള്ള ഒരു ബൈത്താണ് തന്റെ ഖബറിന്റെ പുറകിൽ എഴുതി വെക്കാൻ വേണ്ടി അബുൽ അല അൽമാരി വസിയത്ത് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് പ്രയാസം സഹിച്ചു. അതിന്റെ ഒക്കെ കാരണം തനിക്ക് ജന്മം നൽകിയ പിതാവായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. മീൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനയിൽപ്പെട്ടത്. അബുൽ അല അൽമാരിയുടെ രചനകൾ ഇമ്പോർട്ടന്റ് ആണ്. റിസാലത്തുൽ ഉഫ്രാൻ നഖ്ദിയിൽ എഴുതിയിട്ടുള്ളതാണ്. സിഖ്തു സിന്ദ്, അൽ ലുസൂമിയാത്ത്, ഫൽസഫത്തു ഷിറുൽ കുഹൂല, അതുപോലെ ലുസൂമു മാല എൽസമു. ഈ ലുസൂമിയാത്തിന് തന്നെ ലുസൂമു മാല എൽസമു എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, കാമ ദൗറൻ ബാരിസൻ ഫി തഅസീസി ദൗലത്തുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകൂടം സ്ഥാപിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച, തന്റെ മികച്ച റോള് പ്രകടമാക്കിയ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ എ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഓപ്ഷൻ ബി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഓപ്ഷൻ സി അബു മുസ്ലിം അൽ ഖുറാസാനി, ഓപ്ഷൻ ഡി അബ്ദുൽ മലിക് ബിൻ മർവാൻ. താഴെ കൊടുത്തതിൽ ആരായിരുന്നു അബ്ബാസിയ ഭരണകൂടം സ്ഥാപിക്കാൻ
വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്, തന്റെ പങ്ക് നിർവഹിച്ചിരുന്നത്. നമുക്ക് ആൻസർ നോക്കാം. അബു മുസ്ലിം അൽ ഖുറാസാനിയാണ് കറക്റ്റ് ആൻസർ. ദൗലത്തുൽ അബ്ബാസിയ, ദൗലത്തുൽ അബ്ബാസിയെ കുറിച്ച് ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആമത്ത് ദൗലത്തുൽ അബ്ബാസിയ അല അൻഖാൽ ദൗലത്തുൽ ഉമവിയ, ഉമവിയ ഭരണകൂടത്തിന്റെ ആ ഒരു അധപ്പതനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ ഇല്ലായ്മയ്ക്ക് ശേഷമാണ് അബ്ബാസി ഭരണകൂടം നിലകൊള്ളുന്നത്. സുമ്മിയത് ദൗലത്തുൽ അബ്ബാസിയ നിസ്ബത്തൻ ഇല അൽ അബ്ബാസ് അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മയായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിയിട്ടാണ് ദൗലത്തുൽ അബ്ബാസിയ എന്നുള്ള പേര് വെക്കപ്പെടുന്നത്. ബദഅത്തുൽ ഖിലാഫുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകൂടം തുടങ്ങുന്നത് അവ്വലൻ ആദ്യമായി കൊണ്ട് ഫി ഖുറാസാനിലായിരുന്നു. അലായദി അബു മുസ്ലിം ഖുറാസാനി, അബു മുസ്ലിം ഖുറാസാനിയുടെ കരങ്ങളാൽ ഖുറാസാനിലായിരുന്നു ആദ്യം അബ്ബാസിയ ഭരണകൂടത്തിന്റെ തുടക്കം. ക്രിസ്താബ്ദം 748 ബഅദ ഫത്ഹി മർവ് ആസിമത്ത് ഖുറാസാൻ മിനൽ ഉമവിയ്യീൻ, ഉമവിയ്യീനിൽ നിന്ന് ഖുറാസാന്റെ ക്യാപിറ്റലായിട്ടുള്ള മർവ് എന്നുള്ള ഒരു പ്രദേശം വിജയിച്ചടക്കിയതിന് ശേഷമാണ് ആ ഒരു പ്രദേശത്ത് അബ്ബാസിയ ഭരണകൂടം സ്റ്റാർട്ട് ചെയ്യുന്നത്. സഖത്തത്തിൽ ഖലീഫത്തുൽ ഉമവിൽ അഖീറ മർവാൻ ബിൻ മുഹമ്മദ്, ഇമ്പോർട്ടന്റ് ആണ്. ഉമവി ഭരണകൂടത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മർവാൻ ബിൻ മുഹമ്മദ് ആണ്. ആ മർവാൻ ബിൻ മുഹമ്മദ് മഅറക്കത്തു സാബ് യുദ്ധത്തില് മരണപ്പെട്ടതോടു കൂടിയാണ് ഉമവി ഭരണകൂടത്തിന്റെ അധപ്പതനം സംഭവിക്കുന്നത്. ഹിജ്റ 132 ആ ഹിജ്റ 132 തന്നെയാണ് അബ്ബാസിയ ഭരണകൂടം നിലവിൽ വരുന്നത്. സുമ്മ ഖാമത്ത് ദൗലത്തുൽ അബ്ബാസിയ ഫിൽ ബസ്ര, പിന്നീട് അബ്ബാസിയ ഭരണകൂടം ബസ്രയിൽ നിലകൊള്ളുന്നു. അലായദി അബുൽ അബ്ബാസ് സഫാഹിന്റെ കരങ്ങളാൽ. ഇമ്പോർട്ടന്റ് ആണ്. അബുൽ അബ്ബാസ് സഫാഹ് ആണ് മുഅസ്സിസ് ദൗലത്തുൽ അബ്ബാസിയ എന്നൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അബ്ബാസിയ ഭരണകൂടത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. ക്രിസ്താബ്ദം 750 നമ്മൾ പറഞ്ഞിരുന്നു മുഅസ്സിസ് ദൗലത്തുൽ അബ്ബാസിയ നമ്മുടെ ഖുറാസാനിൽ അബൂ മുസ്ലിം അൽ ഖുറാസാനി ഈ അബ്ബാസിയ ഭരണകൂടത്തിന് തുടക്കം കുറിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അബുൽ അബ്ബാസ് സഫാഹാണ് യഥാർത്ഥ രൂപത്തിൽ അബ്ബാസിയ ഭരണകൂടം സ്ഥാപിക്കുന്നതും അതിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും. ഹിജ്റ 132 ഇൻതഹൈത്ത് ദൗലത്തുൽ അബ്ബാസിയ ബഅദ 6 ഖുറൂൻ, 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ബാസിയ ഭരണകൂടവും അവസാനിച്ചു. ബഅദ ഹിസാരി ബഗ്ദാദുൽ മുഗൂലി ബിസിആമതി ഹൂല ഖുഹാൻ, ഈ ഹൂല ഖഹാന്റെ നേതൃത്വത്തില് ബഗ്ദാദില് മുഗൾകാരെ ഉപരോധനം ചെയ്തതിനു ശേഷം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ബാസിയ ഭരണകൂടവും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഹിജ്റ 656 അബ്ബാസിയ ഭരണകൂടം അവസാനിക്കുന്നത്. ഹിജ്റ 132 തുടങ്ങിയിരുന്നത്. കാനത്തിൽ അൻബാർ ഫിൽ ഇറാഖ് അവ്വലു ആസിമത്ത് ദൗലത്തുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകൂടത്തിന്റെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇറാഖിലെ അൻബാർ എന്നുള്ളതായിരുന്നു. ബന അബൂ ജാഫർ അൽ മൻസൂർ മദീനത്തു ബഗ്ദാദ്, പിന്നീട് അബൂ ജാഫർ അൽ മൻസൂർ ബഗ്ദാദ് എന്ന് പറയുന്ന പട്ടണം നിർമ്മിക്കുന്നു. വനഖല ആസിമത്തുൻ ഇലൈഹ, അങ്ങനെ ക്രിസ്താബ്ദം 762 അൻബാർ എന്നുള്ള പ്രദേശത്ത് നിന്ന് ബഗ്ദാദിലേക്ക് അബ്ബാസിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനം മാറുന്നുണ്ട്. നമ്മൾ അബ്ബാസിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനം എവിടെന്ന് ചോദിച്ചാൽ ബഗ്ദാദാണ് പറയേണ്ടത്. ആഖിറുൽ ഖലീഫ, ഇനി അബ്ബാസി ഭരണകൂടത്തിന്റെ അവസാനത്തെ ഖലീഫയാണ് അൽ മുസ്തഅസിം ബില്ല. ആദ്യത്തേത് അബുൽ അബ്ബാസ് സഫാഹ് ആണ്, അവസാനത്തെ വ്യക്തി അൽ മുസ്തഅസിം ബില്ലയാണ്. സാഹിബ് കിതാബ് അർ-റിസാല ഫി ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖിലെ അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ സാഹിബ് ആരാണ്? ഓപ്ഷൻ എ അൽ-ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഓപ്ഷൻ ബി അൽ-ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഓപ്ഷൻ സി അൽ-ഇമാം അബൂ ഹനീഫത്തു നുഅ്മാൻ, ഓപ്ഷൻ ഡി അൽ-ഇമാം മാലിക് ബിൻ അനസ്. എല്ലാവരും ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ അർ-റിസാല എന്ന് പറയുന്ന കിതാബ് ആരാണ് എഴുതുന്നതെന്ന് പഠിച്ചു. അത് ഏത് വിഷയത്തിലുള്ള ഗ്രന്ഥാണെന്നും പഠിക്കണം.
അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിയുടേതാണ് അരിസാല എന്നുള്ള കിതാബ്. അതിന്റെ വിഷയം ഉസൂലുൽ ഫിഖ് ആണ്. അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഉസൂലുൽ ഫിഖിലുള്ള ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണ് അരിസാല എന്നുള്ളത്. അൽ ഇമാം ഷാഫിഈ ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിലാണ് ജനിക്കുന്നത്. ഹിജ്റ 204 മിസ്രിലാണ് മരണപ്പെടുന്നത്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നാണ് യഥാർത്ഥ പേര്. യൻതഹി നസ്ബഹു ഇല അബ്ദു മനാഫ്, അബ്ദു മനാഫിലേക്ക്, നബിയുടെ ഉപ്പാപ്പമാരിൽ ഒരാളായുള്ള അബ്ദു മനാഫിലേക്കാണ് ഇമാം ഷാഫിയുടെ നസ്ബ ചേരുന്നത്. ഹഫിദൽ ഖുർആൻ കരീം വഹുവ 7 സിനീൻ, 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഖുർആൻ മനഃപ്പാടമാക്കുന്നത്. ഹഫിദൽ മുവത്ത വഹുവ മിൻ 10 സിനീൻ, 10 വയസ്സുള്ളപ്പോഴാണ് ഇമാം മാലിക്കിന്റെ മുവത്തവും ഇമാം ഷാഫിഈ മനഃപ്പാടമാക്കുന്നത്. 7 വയസ്സുണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആനും 10 വയസ്സുണ്ടാകുമ്പോൾ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥവും മനഃപ്പാടമാക്കുന്നു. ഞാൻ അവ്വലു മൻ സന്നഫൽ കിതാബു ഫി ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖിൽ ആദ്യമായി കൊണ്ട് ഗ്രന്ഥം രചിക്കുന്നത് ഇമാം ഷാഫിഈയാണ്. അതിന്റെ ടൈറ്റില് കിതാബു അരിസാല എന്നുള്ളതാണ്. ഖാല ഷാഫിഈ, ഇമാം ഷാഫിയുടെ ബൈത്താണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതും പല എക്സാമുകൾക്ക് ചോദിച്ചു വരാറുണ്ട്. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബിക അൻ തഫ്സീലിഹ എന്നും കാണാറുണ്ട്, മജ്മൂഇഹ എന്നും കാണാറുണ്ട്. ബിബയാനി ദകാഉം വഹിർസും വജ്തിഹാദുൻ വബുൽഗത്തുൻ വസുഹ്ബത്തു ഉസ്താദിൻ വതൂല സമാനിൻ. ഇവിടെ ഇമാം ഷാഫിഈ പറയുന്നത്, സഹോദര, 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ നിനക്ക് അറിവ് നേടിയെടുക്കാൻ കഴിയില്ല. അത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ നിനക്ക് അറിയിച്ചു തരാം. അതായത് ദകാഉൻ, ബുദ്ധി ഉണ്ടാവണം, വഹിർസുൻ, അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടാവണം, വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവണം, വജ്തിഹാദുൻ, കഠിനാധ്വാനം ചെയ്യണം, വബുൽഗത്തുൻ, ബുൽഗത്ത് എന്ന് പറയുമ്പോൾ നമ്മള് കിട്ടുന്നത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ള രൂപത്തിലാണ്. വസുഹ്ബത്തു ഉസ്താദിൻ, അതുപോലെ തന്നെ ഒരു ഉസ്താദിന്റെ കൂടെ കൂടണം. വതൂല സമാൻ, കുറച്ചധികം സമയം കിട്ടണം, അപ്പൊ കുറച്ചധികം സമയം ഉണ്ടാവണം. അതുപോലെ തന്നെ ഉസ്താദിന്റെ കൂടെ കൂടണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിവ് നേടിയെടുക്കുന്ന സമയത്ത് ഒരു തൃപ്തി നമുക്ക് ഉണ്ടാവണം. വീണ്ടും വീണ്ടും അതുപോലെ തന്നെ അറിവ് നേടാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. കഠിനാധ്വാനം ചെയ്യണം, വളരെ അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിനക്ക് അറിവ് നേടിയെടുക്കാൻ കഴിയുള്ളൂ. മുഅല്ലഫാത്തുഹു, ഇനി ഇമാം ഷാഫിയുടെ രചനകളാണ്. റിസാല നമ്മൾ പറഞ്ഞു ഉസൂൽ ഫിഖിലുള്ളത്. കിതാബുൽ എന്നുള്ളത് ഇമാം ഷാഫിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇനി മറ്റൊരു ചോദ്യം, മിൻ അഹമ്മി കിതാബ് ഇബ്നു സീന, ഇബ്നു സീനയുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെ കൊടുത്തതിൽ ഏതാണ്? ഓപ്ഷൻ എ അൽ ഹാബി, ഓപ്ഷൻ ബി കിതാബുൽ ബസായിർ, ഓപ്ഷൻ സി അൽ ഖാനൂൻ ഫി തിബ്, ഓപ്ഷൻ ഡി അസ്റാറുൽ കീമിയ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇബ്നു സീന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ ഫി തിബ് എന്നുള്ളത് തന്നെയാണ്. ഇബ്നു സീന അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുല്ല ഇബ്നു സീന എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുല്ല ഇബ്നു സീന. ഉരിഫ ബി ഇസ്മി അഷേഖുർ റഈസ്, അഷേഖുർ റഈസ് എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വസമ്മാഹുൽ ഗർബിയൂൻ, പാശ്ചാത്യക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അമീറുൽ അത്തിബ്ബ എന്നായിരുന്നു. അമീറുൽ അത്തിബ്ബ, അതായത് ഡോക്ടേഴ്സിന്റെ അമീറായിട്ട് അമീറുൽ അത്തിബ്ബ എന്നുള്ള രൂപത്തിലായിരുന്നു പാശ്ചാത്യക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ലുക്കിബ അൽ മുഅല്ലിമു സാലിസ്, അൽ മുഅല്ലിമു സാലിസ് എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. നമുക്കറിയാം അൽ മുഅല്ലിമുൽ അവ്വൽ എന്നറിയപ്പെടുന്നത് അർസുത്തു ആണ്, അതായത് അരിസ്റ്റോട്ടിലാണ്. അൽ മുഅല്ലിമു സാനി ഫാറാബിയാണ്. എന്നാൽ അൽ മുഅല്ലിമു സാലിസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇബ്നു സീനയാണ്. മുഅല്ലഫാത്തുഹു, ഇനി ഇബ്നു സീനയുടെ മുഅല്ലഫാത്തുകളാണ് അൽ ഖാനൂൻ ഫി തിബ് എന്നുള്ളതും അതുപോലെ അഷിഫ എന്നുള്ളതും. അൽ ഖാനൂൻ ഫി തിബാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വർക്ക്, എങ്കിലും അഷിഫ എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അഷിഫ എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, കിതാബു അശ്ശിഅർ വശുഅറാ മിൻ മുഅല്ലഫാത്ത്, അശ്ശിഅർ വശുഅറാ എന്നുള്ളത് ആരുടെ രചനകൾപ്പെട്ടതാണ്?
ഓപ്ഷൻ എ ഇബ്നു ഖുതൈബ, ഓപ്ഷൻ ബി അൽ ബലാദിരി, ഓപ്ഷൻ സി ഇബ്നു ഹജർ അൽ അസ്കലാനി, ഓപ്ഷൻ ഡി ഇബ്നു നദീം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇബ്നു ഖുതൈബയുടേതാണ് അശ്ശഅറു വശുഅറ. ഇബ്നു ഖുതൈബ അദ്ദീനൂരി. അബു മുഹമ്മദ് അബ്ദുല്ലാ ബിൻ മുസ്ലിം ബിൻ ഖുതൈബ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അബു മുഹമ്മദ് അബ്ദുല്ലാ ബിൻ മുസ്ലിം ബിൻ ഖുതൈബ. ഈ ഒരു ഭാഗത്തൊക്കെ നെഖ്ദിന്റെ ആളുകളിൽ നമ്മൾ പ്രധാനമായിട്ടും അവരുടെ വർക്കുകളാണ് നോട്ട് ചെയ്യേണ്ടത്. ഉലിദ ഫിൽ കൂഫ ഫി ബാഗ്ദാദ്. ബാഗ്ദാദിൽ കൂഫയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മിൻ മുഅല്ലഫാത്തിഹി. അദ്ദേഹത്തിന്റെ രചനകളാണ് അദബുൽ കാത്തിബ്, അശ്ശിഅറു വശുഅറ, ഉയൂനുൽ അഖ്ബാർ, കിതാബുൽ മആരിഫ്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അശ്ശിഅറു വശുഅറ എന്നുള്ളത് കവികളുടെ ഓട്ടോബയോഗ്രഫിയിലെ ഏറ്റവും പഴയ, ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമാണ് അശ്ശിഅറു വശുഅറ എന്നുള്ളത്. അദബുൽ കാത്തിബ് ഇമ്പോർട്ടന്റ് ആണ്. ഉയൂനുൽ അഖ്ബാർ ഇബ്നു ഖുതൈബയുടേതാണ്. കിതാബുൽ മആരിഫും ഇബ്നുൽ ഖുതൈബയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇനി മറ്റൊരു ചോദ്യം, അൽ കലാമു മൗസൂനുൽ മുഖഫ ഹാദ തഅരീഫ് യുഖാലു അൻ. ഇതൊരു നിർവചനാണ്. അൽ കലാമു മൗസൂൻ മുഖഫ, കാഫിയുള്ള ഒരു വസ്നുള്ള ഒരു കലാമാണെന്ന്. ഓപ്ഷൻ എ അൽ ഖുർആൻ, ഓപ്ഷൻ ബി ഹദീസ്, ഓപ്ഷൻ സി അഷ്ശർ, ഓപ്ഷൻ ഡി റിവായ. താഴെ കൊടുത്തതിലെ ഏതിനോടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്യൂട്ട് ആവുന്നത്? അൽ കലാമു മൗസൂനുൽ മുഖഫ, കാഫിയുള്ള വസ്നാക്കപ്പെട്ട ഒരു കലാമാണ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് അഷീർ എന്നുള്ളതാണ്. ഖുദ്ദാമത്ത് ബിൻ ജഅഫർ. ഇനി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം. അബുൽ ഫറജ് ഖുദ്ദാമത്ത് ബിൻ ജഅഫർ ബിൻ ഖുദ്ദാമ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഖുദ്ദാമത്ത് ബിൻ ജഅഫർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാന നസ്രാനിയൻ. അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. സുമ്മ അസ്ലമ. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഫഖദ് വദഅ തഅരീഫൻ. അദ്ദേഹമാണ് കവിതയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം നൽകിയത്. അൽ കലാമു മൗസൂൽ മുഖഫ, കാഫിയുള്ള വസ്നാക്കപ്പെട്ട കലാമാണ് കവിത എന്നുള്ളത്. ഖുദ്ദാമത്ത് ബിൻ ജഅഫർ ആണ് ഇങ്ങനെ ഒരു നിർവചനം നൽകിയത്. മീൻ മുഅല്ലഫാത്തിഹി. ഇനി ഖുദ്ദാമത്ത് ബിൻ ജഅഫറിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് കിതാബു നഖ്ദു ഷിഅറും കിതാബു നഖ്ദുൻ നസ്റും. പഠിക്കാൻ വളരെ ഈസിയാണ്. നഖ്ദു ഷിഅറും ഉണ്ട്, നഖ്ദു നസ്റും ഉണ്ട്. ഈ നഖ്ദു ഷിഅർ എന്ന് പറയുന്നത് നഖ്ദിലെ, അതായത് ക്രിറ്റിസിസത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഗ്രന്ഥമാണെന്നാണ് നഖ്ദു ഷിഅറിനെ പറയുന്നത്. നഖ്ദുൻ നസ്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കിതാബുൽ ബയാൻ എന്നും അറിയപ്പെടുന്നുണ്ട് നഖ്ദുൻ നസ്ർ. നഖ്ദു ഷിഅറും നഖ്ദുൻ നസ്റും ഖുദ്ദാമത്ത് ബിൻ ജഅഫറിന്റേതാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇഖ്തർ അൽ ഖത്തഉ മിനൽ മജ്മൂഅ. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയാണെന്നാണോ അതോ തെറ്റേതെന്നാണെന്നാണോ നമ്മളോട് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് മാത്രം നോക്കിയിട്ട് എടുത്ത് ആൻസർ ചെയ്യരുത്. അതായത് ഫുതൂഹുൽ ബുൽദാൻ മിൻ മുഅല്ലഫാത്തിൽ ബലാദിരി എന്ന ഓപ്ഷനെ അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. തെറ്റാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ശരിയാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൂട്ടത്തിൽ നിന്ന് തെറ്റായത് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ ഫുതൂഹുൽ ബുൽദാൻ മിൻ മുഅല്ലഫാത്തിൽ ബലാദിരി. ബലാദിയുടെ രചനകൾപ്പെട്ടതാണ് ഫുതൂഹുൽ ബുൽദാൻ. ഓപ്ഷൻ ബി അൽ അയ്യാമു മിൻ മുഅല്ലഫാത്തി ത്വഹ ഹുസൈൻ. ത്വഹ ഹുസൈന്റെ രചനകൾപ്പെട്ടതാണ് അൽ അയ്യാം എന്നുള്ളത്. ഓപ്ഷൻ സി ജവാഹിറുൽ ബലാഗ മിൻ മുഅല്ലഫാത്തി അബ്ദുൽ ഖാഹിർ ജുർജാനി. അബ്ദുൽ ഖാഹിർ ജുർജാന്റെ രചനകൾപ്പെട്ടതാണ് ജവാഹിറുൽ ബലാഗ. ഓപ്ഷൻ ഡി ഹയ്യ് ഇബ്നു യഖ്ലാൻ മിൻ മുഅല്ലഫാത്തി ഇബ്നു തുഫൈൽ. ഇബ്നു തുഫൈലിന്റെ രചനകൾപ്പെട്ടതാണ് ഹയ്യ് ഇബ്നു യഖ്ലാൻ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്, അതായത് തെറ്റായ ജോഡി ഏതാണെന്നാണ് പറയണത്. എല്ലാവരും ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ എയും ബിയും ഡിയും കറക്റ്റ് ആണ്. ജവാഹിറുൽ ബലാഗ മിൻ മുഅല്ലഫാത്തി അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ് തെറ്റായ ഓപ്ഷൻ. അബ്ദുൽ ഖാഹിർ ജുർജാനിയുടെ ഗ്രന്ഥമാണ് ജവാഹിറുൽ ബലാഗ എന്നുള്ളത് തെറ്റാണ്. ജവാഹിറുൽ ബലാഗ തൊട്ടപ്പുറത്ത് അതിന്റെ കവർ പേജ് കൊടുത്തിട്ടുണ്ട്.
ജവാഹറുൽ ബലാഗ ഫിൽ മആനി വൽ ബയാൻ വൽ ബദീ എന്നുള്ളത് സയ്യിദ് അഹ്മദുൽ ഹാഷിമി എന്ന് പറയുന്ന ഒരു രചയിതാവിൻ്റെതാണ്. സയ്യിദു അഹ്മദുൽ ഹാഷിമിയുടേതാണ്. ഓപ്ഷൻ എ നോക്കാം. ഫുത്തൂഹുൽ ബുൽദാൻ എന്നുള്ളത് ബലാദിയുടെ ഗ്രന്ഥമാണ്. അൽ അയ്യാം എന്നുള്ളത് തോഹ ഹുസൈന്റെ സീറാദാത്തിയാണ്. ഹയ്യിബ്ന് യക്ലാൻ എന്നുള്ള ഗ്രന്ഥം ഇബ്നു തുഫൈലിൻ്റെതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബലാ എന്ന് കാണുമ്പോൾ തന്നെ എടുത്തു ചാടിയിട്ട് നമ്മൾ അബ്ദുൽ ഖാഹിർ ജുർജാനി എന്ന് സെലക്ട് ചെയ്യരുത്. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി അബൂബക്കർ അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുറഹ്മാൻ അൽ ജുർജാനി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബൂബക്കർ അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുറഹ്മാൻ അൽ ജുർജാനി. ഉലിദ ഫിൽ ജുർജാൻ, അദ്ദേഹം ജുർജാനിലാണ് ജനിച്ചത്. വമാത ഫീഹ, അവിടെ തന്നെയാണ് മരണപ്പെട്ടതും. മുഅസ്സിസു ഇൽമുൽ ബലാഗ വ ഇൽമുൽ ബയാൻ, പ്രത്യേക നോട്ട് ചെയ്യുക. ഇൽമുൽ ബലാഗയുടെയും ഇൽമുൽ ബയാന്റെയും മുഅസ്സിസായിട്ട് അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമുൽ ബദീഇന്റെ മുഅസ്സിസായിട്ട് അറിയപ്പെടുന്നത് ഇബ്നുൽ മുഅ്തസ് ആണ്. ഇബ്നുൽ മുഅ്തസ് ആണ് ഇൽമുൽ ബദീഇന്റെ മുഅസ്സിസായിട്ട് അറിയപ്പെടുന്നത്. അതേ സ്ഥാനത്ത് ഇൽമുൽ ബലാഗയുടെയും ഇൽമുൽ ബയാന്റെയും ഒക്കെ മുഅസ്സിസായിട്ട് അറിയപ്പെടുന്നത് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. മിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് അസ്റാറുൽ ബലാഗ ഫി ഇൽമിൽ ബയാൻ. ഇതിലും ബലാഗ എന്നുള്ള വേർഡ് ഉണ്ട്, പക്ഷെ ഗ്രന്ഥത്തിന്റെ പേര് വ്യത്യാസമുണ്ട്. അസ്റാറുൽ ബലാഗ ഫി ഇൽമിൽ ബയാൻ, ദലാഇലുൽ ഇഅ്ജാസ്, അൽ അവാമിലുൽ മിഅ ഔ മിഅ അവാമിൽ. ഇത് 3 ഗ്രന്ഥവും ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അസ്റാറുൽ ബലാഗ ഫി ഇൽമിൽ ബയാൻ, ദലാഇലുൽ ഇഅ്ജാസ്, അൽ അവാമിലുൽ മിഅ ഔ മിഅ അവാമിൽ എന്നുള്ളതൊക്കെ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇനി മറ്റൊരു ചോദ്യം, ഹുവ മിന ശുഅറാഉൽ മിഹിജർ, മിഹിജർ കവികളിൽപ്പെട്ട വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ മറൂഫ് റുസാഫി, ഓപ്ഷൻ ബി അബുൽ ഖാസിം അഷ്ശാബി, ഓപ്ഷൻ സി അഹ്മദ് ഷൗക്കി, ഓപ്ഷൻ ഡി ഈലി അബൂമാലി. എല്ലാവരും ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈലി അബൂമാലിയാണ്. ഈലി അബൂമാലി 1889 ജനിക്കുന്നു. 1957 മരണപ്പെടുന്നു. ഷാഇറുൻ വ മസ്രഹിൻ ലുബ്നാൻ, ലബ്നാൻകാരനായ ഒരു നാടകകൃത്തും ഒരു കവിയും കൂടിയാണ്. ഉലിദ ബിൽ മുഹൈദസ, ലബ്നാനിലെ മുഹൈദസയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്നാൽ അദ്ദേഹം മരണപ്പെടുന്നത് ന്യൂയോർക്കിലാണ്. യുഅ്തബറു അമീറു ശുഅറാഉ റാബിത വ ഷാഇറു തഫാഉൽ, തഫാവുല് നമ്മൾ പഠിച്ചിരുന്നു ശുഭാപ്തി വിശ്വാസം, അതായത് ഒപ്റ്റിമിസം, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം. അപ്പൊ ഷാഇറു തഫാഉൽ എന്നും അതുപോലെ അമീർ ഷുറാഉ റാബിത്ത എന്നും അറിയപ്പെട്ടിരുന്നു ഈലി അബൂമാലി. റാബിത്തത്തുൽ കലമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അമീർ ഷുറാഉ റാബിത്ത എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇൻതക്കല ഇലൽ ഇസ്കന്ദരിയ, അദ്ദേഹം മിസ്രിലെ അലക്സാണ്ടറിലേക്ക് മാറി. വഅമില ഫി തിജാറ, അങ്ങനെ അവിടെ കച്ചവടത്തിൽ ജോലി അനുഷ്ഠിച്ചു. 1902 എന്നാൽ അദ്ദേഹം അമേരിക്കയിലേക്ക് ഹിജ്റ പോകുന്നത് 1912 കേട്ടറ്റ് എക്സാമിന് അത്ര ഡീപ്പായിട്ട് ചിലപ്പം ഇയർ ചോദിക്കണം എന്നില്ല. നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കലുണ്ട് ഈലി അബൂമാലി അമേരിക്കയിലേക്ക് പോയ വർഷം ഏതാണെന്നൊക്കെ. എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. തഹററ ഫിൽ മജല്ലത്തിൽ അറബിയ വ മിർആത്തുൽ ഗർബ്, മിർആത്തുൽ ഗർബിലും മജല്ലത്തുൽ അറബിയിലും അദ്ദേഹം എഡിറ്ററായിട്ട് ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. 1929 അദ്ദേഹം മജല്ലത്തു സമീർ നിർമ്മിച്ചു. ഇമ്പോർട്ടന്റ് ആണ് ഈലി അബൂമാലിയുടെ മജല്ലത്തു സമീർ. ഇയറും ഇമ്പോർട്ടന്റ് ആണ്, 1929. ആ സമയത്ത് അത് പബ്ലിഷ് ചെയ്തിരുന്നത് മാസികയായിട്ടാണ്. എന്നാൽ പിന്നീട് 1936 അത് ദിനപത്രമായിട്ട് അതിന് മാറ്റപ്പെട്ടു. ഇല ജരീദത്തു യൗമിയ. തൂഫി ഫി ന്യൂയോർക്ക്, അദ്ദേഹം ന്യൂയോർക്കിലാണ് മരണപ്പെടുന്നത്. 1957 ദവാവിയൻ ഷേരിയ, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ് പറയുന്നത്. തിദ്കാറുൽ മാലി, അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാന്. സാധാരണ രീതിയിൽ ചോദിക്കലുണ്ട് എക്സാമുകൾക്ക്. ഈലി അബൂമാലിയുടെ ആദ്യത്തെ ദീവാൻ ഏതാണെന്ന്. തിദ്കാറുൽ മാലി എന്നുള്ളതാണ്. പിന്നെ അൽ ജദാവില്, അൽ ഹമായില്, തിബർ വത്തുറാബ് ഒക്കെ ഉണ്ട്. തിബർ വത്തുറാബ് അദ്ദേഹത്തിന്റെ മരണശേഷം 1960 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം, നസീബ് അരീല മിൻ ഷുഅറാഇൽ മിഹിജർ വ മിൻ. നസീബ് അരീല മിഹിജർ കവികൾപ്പെട്ട ഒരു കവിയാണെന്ന് അറിയാം. അദ്ദേഹം ഏത് നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണെന്നാണ് ചോദിക്കുന്നത്.
ഓപ്ഷൻ എ ലബനാൻ, ഓപ്ഷൻ ബി അൽ ഉർദുൻ, ഓപ്ഷൻ സി സൂരിയ, ഓപ്ഷൻ ഡി അൽ ഇറാഖ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി സൂര്യ എന്നതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഈ 3 നാടുകളിൽ നിന്നും നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും ആളുകൾ ഹിജ്റ പോയിട്ട് അങ്ങനെയാണ് മെഹജർ ലിറ്ററേച്ചർ രൂപം കൊള്ളുന്നത് എന്ന്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിലും ഒരുപാട് ആളുകളും ലബനാനുകാരാണ്, പക്ഷെ ചില റെയർ ആയിട്ടുള്ള വ്യക്തികൾ സിറിയക്കാരാണ്. അതിൽപ്പെട്ട ഒരാളാണ് നസീർ ബരീല. സിറിയക്കാരനാണ് അദ്ദേഹം. നസീർ ബരീല 1887 ജനിക്കുന്നു, 1946 മരണപ്പെടുന്നു. ഉലിദ നസീർ ബരീല ഫി ഹിംസ് സൂരിയ, സിറിയയിലെ ഹിംസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹാജറില ന്യൂയോർക്ക് വിലായത്തിൽ മുത്തഹിദൽ അമേരിക്ക, അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് അദ്ദേഹം 1905 ഹിജ്റ പോകുന്നത്. അസ്സസ ഫിഹ മത്തുബഅത്തു അൽ അറ്റ്ലാന്റിക്, അങ്ങനെ അവിടെ അദ്ദേഹം മത്തുബഅത്തു അറ്റ്ലാന്റിക് സ്ഥാപിക്കുന്നുണ്ട് 1912. മക്ബറത്തുൽ അറ്റ്ലാന്റിക് ഒക്കെ നസീർ ബരീലയുമായി റിലേറ്റ് ചെയ്തു വരുന്നതാണ്. അസ്തറ മജല്ലത്തുൽ ഫുനൂൻ ഇമ്പോർട്ടന്റ് ആണ്. 1913 നസീർ ബരീല മജല്ലത്തുൽ ഫുനൂൻ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈലിയ അബുമാലി അസമീർ എന്ന് പറയുന്ന മജല്ല മാഗസിന് 1929. അതേപോലെ വർഷവും പേരും പഠിക്കേണ്ടതാണ്. മജല്ലത്തുൽ ഫുനൂന് നസീർ ബരീലയുടെ 1913 മുഅല്ലഫാത്തു അദ്ദേഹത്തിന്റെ രചനകളാണ് അസ്സംസാമ, ബീക്കുൽ ജന്നൽ ഹിംസി, അസ്റാറുൽ ബിലാത്ത് റൂസി, അൽ അർവാഉൽ ഹൈറ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഖലീൽ ജിബ്രാന്റെ അൽ അർവാഹുൽ മുതമരിദ പഠിക്കുന്ന സമയത്ത് അൽ അർവാഉൽ ഹൈറ നസീർ ബരീലയുടേതാണെന്ന് നോട്ട് ചെയ്യണം. കാരണം ചില ചോദ്യങ്ങളിൽ ഓപ്ഷൻസിൽ ഖലീൽ ജിബ്രാന്റെ മുഅല്ലഫാത്ത് കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് അല്ലാത്തത് തിരഞ്ഞെടുക്കാൻ പറയും. അൽ അർവാഹ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യരുത്. അൽ അർവാഹുൽ മുതവരിദയാണ് ഖലീൽ ജിബ്രാന്റേത്, എന്നാൽ അൽ അർവാഹുൽ ഹൈറ എന്നുള്ളത് നസീർ ബരീലയുടേതാണ്. ഇവിടെ മുകളിൽ കൊടുത്ത 2 അതായത് അസ്സംസാമ എന്നുള്ളതും ദീക്കുൽ ജന്നൽ ഹിംസി എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഖിസ്സയാണ്, കഥയാണ്. എന്നാൽ അസ്റാറുൽ ബിലാത്ത് റൂസി എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിവായ മുത്തർജമ അറൂസിയാണ്. റഷ്യയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു നോവലാണ് അസ്റാറുൽ ബിലാത്ത് റൂസി എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, വളരെ സുപരിചിതമായ ഒരു ചോദ്യമാണ് അൽ ഗിർബാൽ മിൻ മുഅല്ലഫാത്തി മീഹാൽ നുഐമ. സാധാരണ രീതിയിൽ പണ്ടൊക്കെ കേട്ടിട്ട് എക്സാമിന് ചോദിച്ചിരുന്നത് ഗിർബാൽ എന്നുള്ളത് ആരുടേതാണെന്നാണ്. മീഹാൽ നുഐമയുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. മൗലുഉഹു, അതിന്റെ വിഷയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അൻ നഖദ്, ഓപ്ഷൻ ബി അശ്ശിർ, ഓപ്ഷൻ സി അത്താരിഖ്, ഓപ്ഷൻ ഡി അൽ ഖിസ്സ. തെറ്റിയാലും കുഴപ്പമില്ല, എല്ലാവരും അവർക്ക് അറിയണ ആൻസർ ടൈപ്പ് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ എന്നുള്ളതാണ്. അപ്പോ ഗർബാലി എന്നുള്ളത് മീഹാൽ നുഐമയുടേതാണ്, നഖദിലുള്ള ഗ്രന്ഥാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത. നമ്മൾ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പുസ്തകം ആരുടേതാണെന്ന് മാത്രമായിരുന്നു നോട്ട് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ വിഷയം കൂടി ചോദിക്കൽ തുടങ്ങി. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കാണാൻ കഴിയും. അതിലെ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ട് അത് ഏത് നോവലിൽ നിന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് ഒരു പഴയ രീതിയിൽ മാത്രം ഒതുങ്ങി കൂടാതെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു പോകണം. നമുക്ക് ഫ്യൂച്ചറിൽ ഏത് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിലും ഈസി ആയിരിക്കും. മീഹാൽ നുഐമ 1889 ജനിക്കുന്നു, 1988 മരണപ്പെടുന്നു. ഉലിദ നുഐമ ഫി ബസ്കൻ താമിൻ ലബനാൻ, ലബനാനിലെ മുഹൈദസയിലാണ് ഈലിയ അബുമാലിൽ ജനിച്ചതെന്ന് പറഞ്ഞു. ആ ലബനാനിലെ തന്നെ ബസ്കൻ തയിലാണ് മീഹാൽ നുഐമ ജനിക്കുന്നത്. ഷാഇർ, ഖാസുൻ, നാഖിദുൻ, മസ്രഹിയുൻ, കഥാകൃത്താണ്, അതുപോലെ തന്നെ നാടകകൃത്താണ്, നിരൂപകനാണ്, കവിയും കൂടിയാണ്. ഫി ഷഹ്റൂബ്, അദ്ദേഹം ലബനാനിലെ ഷഹ്റൂബ് എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു തന്റെ ജീവിതം
മെജോറിറ്റിയും കഴിച്ചുകൂട്ടിയിരുന്നത്. ലുക്കിമ ബി നാസിഖു ഷഹ്റൂബ്, അങ്ങനെ അദ്ദേഹം നാസിഖു ഷഹ്റൂബ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ബി ഫൈലസൂഫ് റാബിത്ത, അതുപോലെ തന്നെ ഫൈലസൂഫ് റാബിത്ത എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിഹാൽ മീബൻ ഷഹ്റൂബ് എന്ന് പറയുന്ന ആ ഒരു നാട്ടിൽ സന്യാസ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നതും സന്യാസ ജീവിതം നയിച്ചിരുന്നതും. ആ ഗുഹയുടെ പേരാണ് ഫലക്ക് എന്നുള്ളത്. അതുകൂടി നോട്ട് ചെയ്യുക, ഫലക്ക് എന്നുള്ളത്. ആ ഫലക്ക് എന്നുള്ള ഗുഹയിലായിരുന്നു സന്യാസ ജീവിതം നയിച്ചിരുന്നത്. ആ നാടിന്റെ പേരാണ് ഷഹ്റൂബ് എന്ന്. അങ്ങനെ ഷഹ്റൂബിന്റെ സന്യാസി എന്നുള്ള രൂപത്തിൽ നാസിഖു ഷഹ്റൂബ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതുപോലെ ഫൈലസൂഫ് റാബിത്ത, റാബിത്തയുടെ ഫൈലസൂഫ് എന്നുള്ള രൂപത്തിലും അറിയപ്പെടാൻ തുടങ്ങി. റാബിത്തത്തുൽ കലമയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മീഹാൽ നുഐമ. തഹറജ മിനൽ മദ്രസത്തിൽ മുഅല്ലിമീന റൂസിയ ഫി നാസിറ, നാസിറയിലെ മദ്രസത്തുൽ മുഅല്ലിമീന റൂസിയയിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ആകുന്നത്. നശറ മഖാലാത്തുഹു നഖദിയ ഫി മജല്ലത്തി അൽ ഫുനൂൻ, നസീബ് റീല 1913 സ്ഥാപിച്ചിട്ടുള്ള മജല്ലത്തുൽ ഫുനൂനിൽ അദ്ദേഹത്തിന്റെ നഖദിയായിട്ടുള്ള മക്കാലകള്, ലേഖനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇൻതഹബ മുസ്തശാർ അലി റാബിത്തുൽ കലമിയ, ഉൻതുഹിബ മുസ്തശാർ അലി റാബിത്തുൽ കലമിയ, റാബിത്തത്തുൽ കലമിയയുടെ അഡ്വൈസർ ആയിട്ട് മീഹാൽ നുഐമ സെലക്ട് ചെയ്യപ്പെട്ടു. ദസ്തൂർ റാബിത്ത, അങ്ങനെ മീഹാൽ നുഐമ ആ റാബിത്തത്തുൽ കലമിയയുടെ ഭരണഘടന നിർമ്മിച്ചു. ബഅദ വഫാത്തി ജിബ്രാൻ, പക്ഷേ ഈ റാബിത്തത്തുൽ കലമിയുടെ എല്ലാമായിട്ടുള്ള ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മരണപ്പെട്ടതോടുകൂടി ആദ ഇലാ ലബ്നാൻ, മീഹാൽ നുഐമ ലബ്നാനിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. റാബിത്തത്തുൽ കലമിയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഈലിയ അബു മാലി, മീഹാൽ നുഐമ എന്നിവരൊക്കെ. മുഅല്ലഫാത്തു, അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് ഫിൻ നഖ്ദ്, നഖ്ദിലുള്ള അൽ ഗിർബാൽ എന്നുള്ളത്. ഫിൽ മസ്റഹിയ, നാടകത്തിലുള്ളതാണ് അൽ ആബാഉ വൽ ബനൂൻ എന്നുള്ളത്. ഫിൽ താരീഖ്, ഹിസ്റ്ററിയിലുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സീറദാത്തിയ കൂടിയാണ് സബ്ഊൻ എന്നുള്ളത്. ഫി ഷിഅർ, അദ്ദേഹത്തിന്റെ കവിതയിലുള്ള ഒരു ഗ്രന്ഥമാണ് ഹിംസുൽ ജുഫൂൻ എന്നുള്ളത്. ഹിംസുൽ ജുഫൂന് നോട്ട് ചെയ്യുക. ഹിംസുൽ ജുഫൂൻ എന്നുള്ളത് മീഹാൽ നുഐമയുടെ കവിതയിലുള്ളതാണെങ്കിൽ ഹിംസുൽ ജുനൂൻ എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂലിന്റെ ഒരു രചനയാണ്. ഫിൽ മക്കാല, ലേഖനത്തിലുള്ളതാണ് സാദൽ മുആദ് അൽ മറാഹില് ഫി മഹബ്ബിർ റീഹ് എന്നുള്ളതൊക്കെ. ഈ സാദൽ മുആദ് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ കീ ആയിട്ട് വന്നത് മുഹാലറ എന്നുള്ളതായിരുന്നു, ലെക്ചർ എന്നുള്ളതായിരുന്നു. അതുകൂടി നോട്ട് ചെയ്യുക. ഒന്നുകിൽ മക്കാല ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, മുഹാലറ ഉണ്ടെങ്കിൽ അതായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഫിൽ ഖിസസ്, ഇനി മീഹാൽ നുഐമയുടെ കഥകളിലുള്ളതാണ് കാന മാ കാന, അക്കാബിർ, ഹവാമിഷ്, അൽ യൗമുൽ അഖീർ എന്നുള്ളത്. ഇത്രയുമാണ്. ഒരുപാട് രചനകളുണ്ട്. അതിൽ സാധാരണ രീതിയിൽ എപ്പോഴും പല എക്സാമുകൾക്കും ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട രചനകൾ. ഇതോടു കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട PYQ ഡിസ്കഷൻ അവസാനിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.